Good afternoon. കഴിഞ്ഞ ക്ലാസ്സിൽ മോർച്ചറി ആണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? ഓക്കെ, ഏതായിരുന്നു ലാസ്റ്റ് നമ്മൾ വെയിറ്റിംഗ് മോർച്ചറി ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ട് ക്ലാസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. 45 മിനിറ്റ്സ് അത്രേ എടുക്കാൻ പറ്റുള്ളൂ അല്ലെ? നമ്മൾ ലാസ്റ്റ് പറഞ്ഞോണ്ട് ടെക്നിക്കൽ ഇഷ്യൂ ആയതുകൊണ്ടായിരുന്നു കേട്ടോ. ക്ലാസ്സുകളൊന്നും പോയില്ല, നെറ്റ് ഫുൾ കട്ടായി പോയായിരുന്നു. അതാണ് ക്ലാസ് നമ്മൾ ഫുൾ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് അതിന്റെ ഇൻഫർമേഷൻ ഇവിടുന്ന് തന്നിട്ടുണ്ടായിരുന്നല്ലോ അല്ലെ? ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഏതായിരുന്നു? വെയിറ്റിംഗ് മോർച്ചറി ആയിരുന്നു. അത് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലെ? അപ്പൊ എന്താണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞത്? വെയിറ്റിംഗ് മോർച്ചറി ഈസ് എ മോർച്ചറി ബിൽഡിംഗ് specifically for the purpose of affirming that the deceased person are truly dead. വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറഞ്ഞ ഒരു ബിൽഡിംഗ് ആണ്. അത് എന്തിനു വേണ്ടി ബിൽഡ് ചെയ്തേക്കുന്നതാണ്? മരിച്ച ആളുകളെ, ഡിസീസ്ഡ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ മരണമടഞ്ഞ ആളുകള്. അഫർമിംഗ് എന്ന് പറഞ്ഞാൽ ഉറപ്പിക്കുക. മരണമടഞ്ഞ ആളുകളെ യഥാർത്ഥത്തില് മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വേണ്ടി, അതിന് വേണ്ടിയിട്ട് ഈ മരിച്ച ആളുകളെ കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. വെയിറ്റിംഗ് മോർച്ചറി ഞാൻ പറഞ്ഞായിരുന്നു, ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിടുക. ഇനി അതെന്തിനാണ്? ബിഫോർ ദ എമർജൻസ് ഓഫ് മോഡേൺ മെത്തേഡ്സ് ഓഫ് വെരിഫൈങ് ദ ഡെത്ത്, പീപ്പിൾ ഫിയർഡ് ദാറ്റ് ദേ വുഡ് ബി ബെറീഡ് അലൈവ്. അപ്പൊ നമ്മുടെ മോഡേൺ രീതികള് മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ഇപ്പൊ എങ്ങനെയാ ഡോക്ടർ വന്നിട്ടാണ് കൺഫേം ചെയ്യുന്നത് അല്ലെ? പൾസ് ഒക്കെ നോക്കിയിട്ട് മരിച്ചു എന്ന് ഡോക്ടറാണ് സ്ഥിരീകരിക്കുന്നത്. അപ്പൊ പണ്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോഡേൺ മെത്തേഡ് ഉണ്ടായിരുന്നില്ല ഡെത്ത് വെരിഫൈ ചെയ്യാനായിട്ട്. അപ്പൊ ആളുകൾ എന്ത് ചെയ്തിരുന്നു? അവര് പേടിച്ചിരുന്നു. അവരെ ജീവനോട് കൂടി ബെറി ചെയ്യും, കുഴിച്ചിടും, അല്ലെങ്കിൽ അവരെ എന്താ പറയാ സംസ്കരിക്കുമെന്ന് അവര് പേടിച്ചിരുന്നു. അപ്പൊ മോഡേൺ രീതിയിൽ ഡെത്ത് ഒക്കെ വെരിഫൈ ചെയ്യാൻ അന്ന് ആ ഒരു സൗകര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ അന്നത്തെ ആളുകൾ എന്താണ് പേടിച്ചിരുന്നത്? അവരെ ജീവനോട് കൂടി അവരെ ബെറി ചെയ്യും, അവരെ സംസ്കാരം നടത്തുമെന്ന് അവര് പേടിച്ചിരുന്നു. അപ്പൊ അങ്ങനെ അവർക്ക് ടു ലിസൺ സച്ച് ഫിയേഴ്സ്, ആ പേടി അവർക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്തു? The lately deceased were housed for a time in waiting mortuary. അപ്പൊ അങ്ങനെ മരിച്ചു എന്നുള്ള ആളുകളെ വേഗം തന്നെ വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. പേരിന്ന് തന്നെ അറിയാം, വെയിറ്റ് ചെയ്യാണ്. അതായത് മരിച്ച ആളുകളെ എന്ത് ചെയ്യുന്നു? വേഗം തന്നെ ആ ഒരു ബിൽഡിങ്ങിലേക്ക് മാറ്റും, അതായത് വെയിറ്റിംഗ് മോർച്ചറിയിലേക്ക് മാറ്റും. അവിടെ അറ്റൻഡന്റുമാർ എന്ത് ചെയ്യുന്നു? അവിടെ ജീവന്റെ എന്തെങ്കിലും അടയാളം ഉണ്ടോ എന്നുള്ളത് അവര് നിരീക്ഷിക്കും. എന്നിട്ട് നോക്കിയേ, ദ കോർപ്സ് എന്ന് വെച്ചാൽ മൃതദേഹം would be allowed to decompose partially prior to burial. അതായത് ഈ നമുക്ക് സംസ്കരിക്കുന്നതിന് മുന്നേ, അപ്പൊ നമുക്കറിയാം 2-3 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അത് ജീർണിക്കാൻ തുടങ്ങും അല്ലേ, ഡെഡ് ബോഡി. അപ്പൊ അങ്ങനെ പാർഷ്യലി അങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ അനുവദിക്കും. അതിനുശേഷമാണ് അവരെ എന്ത് ചെയ്യുന്നത്? ബെറി ചെയ്യുന്നത്. അപ്പൊ അതുവരേക്കും വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആ ഡെഡ് ബോഡി സൂക്ഷിച്ചു വെക്കുന്നതാണ് വെയിറ്റിംഗ് മോർച്ചറി എന്ന് പറയുന്നത്. ഇത്രയല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്? ഓക്കെ, ക്ലിയർ അല്ലേ അതെന്താണുള്ളത്? ഓക്കെ, നെക്സ്റ്റ് രണ്ടാമത്തെ ടൈപ്പ് ആണ് ഹോസ്പിറ്റൽ മോർച്ചറി. പേരിന്ന് തന്നെ അറിയാം അല്ലെ? ഹോസ്പിറ്റൽ മോർച്ചറി. ഹോസ്പിറ്റൽ മോർച്ചറി ഈസ് സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലുള്ള മോർച്ചറിയാണ് ഹോസ്പിറ്റൽ മോർച്ചറി. പേരിന്ന് അറിയാം, സിറ്റുവേറ്റഡ് വിത്തിൻ എ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റൽ, കെയർ സെന്റർ അല്ലെങ്കിൽ കെയർ സെന്റർ ഓർ ഹോസ്പിസ്. ഹോസ്പിസ് പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? ട്രീറ്റ്മെന്റ് പ്ലസ് എന്റർടൈൻമെന്റ് അല്ലെ? ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ഹോസ്പിസ് സെന്റേഴ്സ്. എന്താ പറയാ, ഈ അവസാന നാളുകളിൽ പ്രായമൊക്കെ ആയി ഒത്തിരി രോഗങ്ങളൊക്കെ കൂടി, അപ്പൊ ഇനി ലാസ്റ്റ് അവരുടെ നാളുകളിൽ അവർക്ക് ട്രീറ്റ്മെന്റിനേക്കാൾ കൂടുതൽ എന്റർടൈൻമെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന അങ്ങനെയുള്ള സെന്റേഴ്സ് ആണ് ഹോസ്പിറ്റൽ സെന്റേഴ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഓർ റിട്ടയർമെന്റ് ഹോം. ഇവിടെയൊക്കെ അതിന്റെ ഉള്ളിൽ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. ഇൻ എ ഹോസ്പിറ്റൽ, എ കെയർ സെന്റർ, ഹോസ്പിസ് ഓർ റിട്ടയർമെന്റ് ഹോം. Then it employs salaried person. അവിടത്തെ എംപ്ലോയി ആണ്, അവിടത്തെ വർക്ക് ചെയ്യുന്ന എംപ്ലോയി തൊഴിലാളിയാണ് ആ സാലറിഡ് പേഴ്സണൽ. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ സ്റ്റാഫ് ആണ് കേട്ടോ.
PRSONNEL. ആ സ്റ്റാഫിന് പറയുന്ന പേരാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ. അത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറിയിലുള്ള എംപ്ലോയി സാലറിഡ് പേഴ്സൺ മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് അല്ലെങ്കിൽ പറയുന്ന പേരാണ് മോർട്ടീഷ്യൻ. MORTICIANS morticians. The hospital mortuaries are the part of hospital service. ഇതെന്താ ഒരു ഹോസ്പിറ്റൽ സർവീസിന്റെ ഭാഗമാണ്. നമുക്കറിയാം, അതായത് ഹോസ്പിറ്റലിൽ കിടന്ന ആളുകൾ മരിക്കുകയാണെങ്കിൽ ആ ഹോസ്പിറ്റലിൽ തന്നെ മോർച്ചറി ഉണ്ടെങ്കിൽ അല്ലെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഡെഡ് ബോഡി ആ മോർച്ചറിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അത് പാർട്ട് ഓഫ് ഹോസ്പിറ്റൽ സർവീസ്. ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. A hospital mortuary may be delegated. എന്തിനു വേണ്ടിയിട്ടാണ് ഹോസ്പിറ്റൽ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്? As an autopsy site for forensic purposes. Okay, autopsy എന്ന് പറഞ്ഞാൽ പോസ്റ്റ്മോർട്ടം തന്നെയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാ? ഫോറൻസിക് പർപ്പസിന് അല്ലെ. ഇപ്പൊ നമുക്ക് മരിച്ചു, അത് എന്തെങ്കിലും ദുരൂഹതയൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫോറൻസിക് ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതിനുള്ള ഒരു ഓട്ടോപ്സി സൈറ്റ് ആയിട്ട് മോർച്ചറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറി മേ ബി ഡെലിഗേറ്റഡ് ചുമതലപ്പെടുത്തുക. എന്തും കൂടി ആസ് ആൻ ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. ഫോറൻസിക് ആവശ്യങ്ങൾക്കായിട്ടുള്ള ഒരു പോസ്റ്റ്മോർട്ടം സൈറ്റ് ആയിട്ട് ഈ മോർച്ചറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അതും കൂടി ആ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ വരുന്നതാണ്. In rural area where there are no burial facility nearby. അപ്പൊ നമുക്കറിയാം റൂറൽ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാമപ്രദേശങ്ങൾ അല്ലെ. അപ്പൊ ഈ ഗ്രാമപ്രദേശങ്ങളില് തൊട്ടടുത്ത് തന്നെ ഇപ്പൊ നമ്മുടെ വീടിനോടൊക്കെ അടുത്ത് തന്നെ ബെറിയൽ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല അല്ലെ. കുറച്ച് ദൂരത്തേക്ക് ആയിരിക്കും ഈ സംസ്കാരം നടത്തുന്നതിനുള്ള സൗകര്യങ്ങളൊക്കെ. ഇപ്പൊ നിങ്ങളുടെയൊക്കെ ആണെങ്കിലും പ്രദേശത്താണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ അറിയാൻ പറ്റും, തൊട്ടടുത്ത് തന്നെ നമ്മുടെ വീടിനോട് ചേർന്ന് ഒന്നും ഈ ഒരു ബെറിയൽ സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇപ്പൊ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് സ്ഥലവും കാര്യങ്ങളും ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടംപോലെ സ്ഥലം ഇല്ലാതെ വീട്ടിൽ തന്നെയായിരുന്നു ഇങ്ങനെ ബെറിയൽ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ എല്ലാവരും എന്താ ഇപ്പൊ അതിനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ബെറിയൽ ഫെസിലിറ്റി ഉള്ള ഒരു അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഫ്യൂണറൽ ഹോംസുകൾ ഉണ്ട്. ഇപ്പൊ ശവസംസ്കാരം നടത്തുന്ന ഭവനങ്ങളുണ്ട് അല്ലെ, അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയാ ഈ ഗ്രാമപ്രദേശത്ത് ശ്രീകുട്ടിക്ക് പേജ് നമ്പർ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേ. അപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശത്ത് 61 ട്ടോ ദൃശ്യമായിട്ട് വന്നിട്ടുണ്ട്. ഇൻ റൂറൽ ഏരിയാസ് where there are no burial facility nearby. നമ്മുടെ ഗ്രാമപ്രദേശത്ത് ബോഡി സംസ്കരിക്കാനുള്ള സൗകര്യങ്ങൾ അടുത്തില്ലെങ്കിൽ എന്താ ഹോസ്പിറ്റൽ മോർച്ചറി എന്ത് ചെയ്തു? may receive the body of an individual who died outside its own vicinity. vicinity എന്ന് പറഞ്ഞാൽ സമീപത്ത്, premises സമീപത്ത്, for a fees. അപ്പൊ നമ്മുടെ ഗ്രാമപ്രദേശത്ത് ബെറിയൽ ഫെസിലിറ്റി നമുക്ക് അടുത്തില്ലെങ്കിൽ ഹോസ്പിറ്റൽ മോർച്ചറി എന്ത് ചെയ്യും? റിസീവ് ദ ബോഡി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. ആ മരിച്ച ആളുകളുടെ ബോഡി റിസീവ് ചെയ്യും. കണ്ടോ? അവരുടെ അവിടെ അതിന് പുറത്ത് ഇപ്പൊ ഹോസ്പിറ്റലിന് പുറത്ത് മരിച്ച ആളുകളാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാൾ മരിച്ചു, നമുക്ക് ഇപ്പൊ നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ ഇത്തിരി ദൂരെയാണ്, ആരെങ്കിലും ഒക്കെ വരാൻ വേണ്ടി ബോഡി വെയിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അത് വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? ഇപ്പൊ നമുക്കറിയാം ഗൾഫിൽ നിന്നൊക്കെ വന്നെങ്കിൽ 2-3 ദിവസമൊക്കെ അങ്ങനെ ദൂരത്ത് നിന്നൊക്കെ വന്നെങ്കിൽ ചിലപ്പോ കുറച്ച് സമയം എടുക്കും. അപ്പൊ അതുവരെയൊക്കെ നമുക്ക് ആ ഡെഡ് ബോഡി വീട്ടിൽ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല അല്ലെ. അപ്പൊ എന്ത് ചെയ്യും? നമ്മള് തൊട്ടടുത്ത് ഹോസ്പിറ്റൽ ഉണ്ടെങ്കിൽ ആ ഹോസ്പിറ്റലിലെ മോർച്ചറിയിലേക്ക് മാറ്റും. അങ്ങനെയല്ലേ ചെയ്യണേ അല്ലെ? അപ്പൊ ഈ ഹോസ്പിറ്റൽ മോർച്ചറി എന്ത് ചെയ്യുന്ന അറിയോ? ഹോസ്പിറ്റലിൽ കിടന്ന പേഷ്യൻസിനെ അവരുടെ ബോഡീസ് മാത്രമല്ല റിസീവ് ചെയ്യുള്ളൂ. ഇപ്പൊ അല്ലാതെ ഇപ്പൊ വീടുകളിലൊക്കെ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഡ് ബോഡി മാറ്റാൻ പറ്റും. പക്ഷെ എന്താ? ഒരു ചെറിയൊരു ഫീസ് വേണം അല്ലെ. ഒരു ദിവസം വെക്കണമെങ്കിൽ ഇത്ര ഫീസ്, അല്ലെങ്കിൽ 2 ദിവസം മോർച്ചറിയിൽ വെക്കണമെങ്കിൽ ഇത്ര ഫീസ് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ ഫീസോട് കൂടി ആ ഹോസ്പിറ്റലിന് പുറത്ത് മരിച്ച ആളുകളുടെയും ബോഡി അവിടെ കീപ്പ് ചെയ്യും.
വേറെ എന്തുകൊണ്ടാ? നമുക്ക് ഇതുപോലെ തന്നെ ചെയ്യിപ്പിക്കാനുള്ള ഫെസിലിറ്റി ഇല്ല, കുറച്ച് ദൂരത്താണ്. അപ്പൊ നമുക്ക് വിളിക്കുമ്പോ അന്ന് തന്നെ സംസ്കാരം നടത്താൻ പറ്റില്ല, നാളത്തേക്ക് ആവട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഉടനടി തന്നെ ബോഡി മോർച്ചറിയിലേക്ക്, ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം. ഓക്കെ, ക്ലിയർ ആയി? അത് പറഞ്ഞ എന്താണെന്നുള്ളത്? ഹോസ്പിറ്റലിന്റെ കെയർ സെന്റർ, ഹോസ്പിറ്റൽ സെന്റർ, റിട്ടയർമെന്റ് ഹോം, ഇതിന്റെ ഉള്ളിൽ വരുന്നതാണ് എന്ത് പറയുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലൊക്കെ വരുന്നതാണ് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറയുന്നത്. അവിടെ വർക്ക് ചെയ്യുന്നത്, അവിടുത്തെ പേഴ്സൺ, സാലറീഡ് വിസിനിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിമിസിസ് എന്നുള്ള മീനിങ്, സമീപത്ത്, നമ്മുടെ തൊട്ടടുത്ത ഇതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്താ പറയാ, ആ മരിച്ച ആളുകളുടെ ബോഡി നമുക്ക് ആ ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റാം. ഇതാണ് അതായത് ഹോസ്പിറ്റലിന് പുറത്ത് സമീപത്തൊക്കെ ആയിട്ടേ, അല്ലെങ്കിൽ അവിടെ കിടന്ന് മരിക്കണമെന്നില്ല, പുറമെ ഉള്ള ആളുകളുടെയും ബോഡി റിസീവ് ചെയ്യും. അപ്പൊ എന്ത് ചെയ്യണം? ഒരു ചെറിയൊരു ഫീസ് നമ്മൾ കൊടുക്കേണ്ടി വരും ആ ബോഡി അവിടെ കീപ്പ് ചെയ്യുന്നതിന്. അത്രേ ഉള്ളൂ. ഇതിനകത്ത് നമ്മൾ ആ ഫസ്റ്റ് സെന്റൻസ് അണ്ടർലൈൻ ചെയ്തിട്ടാ കേട്ടോ. A dash mortuary is situated within a hospital, care center, hospice or retirement home. ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കാണുമ്പോൾ അറിയാം ഹോസ്പിറ്റൽ മോർച്ചറി ആണ്. അവിടെ വർക്ക് ചെയ്യുന്ന സാലറീഡ് പേഴ്സൺ, അദ്ദേഹത്തെ പറയുന്നതാണ് മോർച്ചറി ഡിസ്ഇൻഫെക്ഷൻ സർവീസ് ഏജന്റ് ഓർ മോർട്ടീഷ്യൻ, അല്ലെങ്കിൽ അതർ നെയിം ആയിട്ട് ചോദിക്കാം കേട്ടോ. അത് ഹോസ്പിറ്റൽ മോർച്ചറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ സർവീസിന്റെ ഒരു ഭാഗമാണ്. അത് എന്ത് വേണ്ടിയാണുള്ളത്? ഓട്ടോപ്സി സൈറ്റ് ഫോർ ഫോറൻസിക് പർപ്പസ്. അതിനുള്ള അങ്ങനെയും ആ ഹോസ്പിറ്റൽ മോർച്ചറിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. ഈ നമ്മുടെ തൊട്ടടുത്തൊക്കെ ഗ്രാമപ്രദേശത്ത് അടുത്ത ബറിയൽ ഫെസിലിറ്റി ഇല്ലെങ്കിൽ ആ മരിച്ച ആളുകളുടെ ബോഡി ഒരു ചെറിയ ഒരു ഫീസോട് കൂടി നമുക്ക് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ സൂക്ഷിക്കാൻ പറ്റും. ഇനി മൂന്നാമത്തെയാണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പ്രൈവറ്റ് മോർച്ചറി എന്താ? പ്രൈവറ്റ് പാർട്ടികൾ നടത്തുന്ന മോർച്ചറിയാണ് കേട്ടോ. പ്രൈവറ്റ് മോർച്ചറി ഈസ് എ പ്രൈവറ്റ് സ്ട്രക്ചർ. പ്രൈവറ്റ് സ്ട്രക്ചർ ഒരു പ്രൈവറ്റ് വ്യക്തികൾ നടത്തുന്ന മോർച്ചറിയാണ്. റിമെയിൻസ് വെയിറ്റിംഗ് ഫോർ ബറിയൽ ഓർ ക്രിമേഷൻ. അതായത് നമുക്ക് വെയിറ്റ് ചെയ്യുന്നത് ശവസംസ്കാരം നടത്താനോ, അല്ലെങ്കിൽ ക്രിമേഷൻ എന്ന് പറഞ്ഞാൽ ദഹിപ്പിക്കുക, ബറിയൽ എന്ന് പറഞ്ഞാൽ കുഴിച്ചു മൂടുക, സംസ്കരിക്കുക, ക്രിമേഷൻ ദഹിപ്പിക്കുക. അപ്പൊ അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഈ ബോഡീസ് റിസീവ് ചെയ്യുന്ന ഒരു പ്രൈവറ്റ് സ്ട്രക്ചർ ആണ് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറയുന്നത്. പ്രൈവറ്റ് സ്ട്രക്ചർ ടു റിസീവ് ദ റിമൈൻസ് വെയിറ്റിംഗ് ഫോർ ബറിയൽ ഓർ ക്രിമേഷൻ. നമുക്ക് ബറിയൽ അടക്കം ചെയ്യാനോ ദഹിപ്പിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ബോഡീസ് റിസീവ് ചെയ്യുന്നതാണ് പ്രൈവറ്റ് മോർച്ചറി. ഇറ്റ് ഈസ് മോസ്റ്റ്ലി യൂസ്ഡ് ഇൻ സം കേസസ് ഓഫ് ഡെത്ത് അറ്റ് ഹോം. ഇനി ചില വീടുകളിൽ മരണമൊക്കെ അടഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്താ ഈ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് നമുക്ക് മാറ്റാൻ പറ്റും. അതും ആദ്യം പറഞ്ഞതുപോലെ തന്നെ, അതായത് ഇപ്പൊ നമുക്ക് നമ്മുടെ അടുത്ത് പ്രൈവറ്റ് മോർച്ചറി ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീടുകളിൽ മരിച്ചു കഴിഞ്ഞാല് ഉടനടി നമുക്ക് ആ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റാൻ പറ്റും. ഇപ്പൊ നമുക്ക് കുറച്ച് സമയം സംസ്കാരത്തിന് കുറച്ച് സമയം എടുക്കുക, അല്ലെങ്കിൽ നമ്മുടെ ആരെങ്കിലും ഒക്കെ പുറത്തായിരിക്കുക, അവര് വരുന്നവരെ ബോഡി ഇതുപോലെ വീട്ടിൽ വെക്കാൻ പറ്റില്ല. നമുക്ക് ഒരു പക്ഷെ നമുക്ക് പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് ആണെങ്കിലും മാറ്റാൻ പറ്റും. അൺലൈക്ക് എ ഹോസ്പിറ്റൽ മോർച്ചറി. ഇനി നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്നും വ്യത്യസ്തമായി പ്രൈവറ്റ് മോർച്ചറി നോക്കി may not receive the body of an individual who died of certain infectious disease. എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ പോലെ മരിച്ച ആളുകളില്ലേ, എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് മരണമടഞ്ഞ ആളുകളുടെ ബോഡീസ് ഈ പ്രൈവറ്റ് മോർച്ചറി റിസീവ് ചെയ്യില്ല. എന്താ കാര്യം? അത് ഒരു വ്യക്തിനെ മാത്രം ഉള്ളതാണല്ലേ, ഒരു വ്യക്തിയാണ് നടത്തുന്നത് പ്രൈവറ്റ് മോർച്ചറി എന്ന് പറഞ്ഞാൽ. അപ്പൊ ഈ എന്താ പറയാ, നമുക്ക് ഈ ഇങ്ങനെ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ മൂലം മരിച്ച ആളുകളുടെ ബോഡി അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഒക്കെ വരാൻ പാടില്ലേ, അല്ലെ? ഇൻഫെക്ഷൻ ഒക്കെ സ്പ്രെഡ് ചെയ്യാം, അതാ മറ്റുള്ള ആളുകളിലേക്കോ അല്ലെങ്കിൽ വേറെ ബോഡീസ് ഉണ്ടെങ്കിൽ അതിലേക്കോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംഭവിക്കാം, അല്ലെ? അപ്പൊ അതുകൊണ്ട് എന്താണ്, അവര് ആ ബോഡി എന്ത് ചെയ്യുന്നില്ല, ഈ കീപ്പ് ചെയ്യുന്നില്ല. മനസ്സിലായോ? അതാണ് പറഞ്ഞിരിക്കുന്നത്. ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഈ
ഈ പ്രൈവറ്റ് മോർച്ചറിയില് എന്താണ് ഇങ്ങനെ ഇൻഫെക്ഷനോ അങ്ങനെ എന്തെങ്കിലും മൂലം മരിച്ച ആളുകളുടെ ഡെഡ് ബോഡി അവര് റിസീവ് ചെയ്യുന്നില്ല. എപ്പോഴും ഒരു പ്രൈവറ്റ് പാർട്ടികൾ നടത്തുമ്പോ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരിക്കില്ലേ, അല്ലേ? പബ്ലിക് ഇതുപോലെ ആവുന്നില്ല. പ്രൈവറ്റ് പാർട്ടീസ് ആവുമ്പോഴും കുറച്ചും കൂടി അവര് ഒന്നുകൂടി ഒരു കെയർ കാര്യങ്ങളൊക്കെ ചെയ്യൂല. അതിന്റെ ഫുൾ ഉത്തരവാദിത്തം ആ പ്രൈവറ്റ് പാർട്ടികളിലാണ്. അപ്പൊ അതുകൊണ്ട് എന്താ, ഇങ്ങനെ എന്തെങ്കിലും മൂലം ഇൻഫെക്ഷൻ ഒക്കെ മൂലം മരിച്ച ആളുകളുടെ ബോഡി അവര് സ്വീകരിക്കൂല. എന്താ വെച്ചാൽ അവർക്ക് അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല, അല്ലെ? ഇനി അത് എന്തെങ്കിലും അവിടെ സൂക്ഷിച്ച് ഇനി ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യോ അല്ലെങ്കിൽ മറ്റുള്ളവരിലേക്ക് എന്തെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാലും ഒക്കെ ഇതുപോലെ അവർക്ക് അതിന്റെ ഉത്തരവാദിത്തം അവര് പറയേണ്ട വരും, അല്ലെ? അപ്പൊ അതുകൊണ്ട് അത്രയും റിസ്ക് എടുക്കാൻ അവര് വില്ലിങ് അല്ല, അവർ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറി ഇൻഫെക്ഷ്യസ് ഡിസീസ് ഒക്കെ സംഭവിച്ച അങ്ങനെ മരിച്ച ആളുകളുടെ ഡെഡ് ബോഡി അവര് റിസീവ് ചെയ്യുന്നില്ല. Okay, and all private mortuaries are run by funeral homes. അതൊന്നും അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. All private mortuaries are run by funeral homes. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. അപ്പൊ എന്താ ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്? എന്താ, ദഹിപ്പിക്കുന്ന സ്ഥലമാണ് കേട്ടോ ഫ്യൂണറൽ ഹോംസ്. ശവസംസ്കാരമൊക്കെ അല്ലെങ്കിൽ ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. അതായത് ഇത്രേ ഉള്ളൂ, ഈ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. ഇത് കണക്റ്റഡ് ആണ്. ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. അതായത് എന്താ പറയാന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്ക് രണ്ട് ബെനിഫിറ്റ് ഉണ്ട്. ഇപ്പൊ നമ്മളൊരാള് മരിച്ചു എന്ന് വിചാരിക്കുക, അപ്പൊ അവര് എന്താ പറയാ പ്രൈവറ്റ് മോർച്ചറിയിലേക്ക് മാറ്റി. അപ്പൊ എന്താ പറയാ, ഇനി നമ്മളോട് അപ്പൊ മോർച്ചറിയിൽ വെക്കാൻ മാത്രമാണെങ്കിൽ അതിന്റെ ഫീസ് മതി. ഇനി അവിടെ സംസ്കാരം കൂടി നടത്തണമെങ്കിൽ അവർക്ക് തന്നെ എന്തുണ്ട്, ഈ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിലാണ് ഈ പ്രൈവറ്റ് മോർച്ചറി വരുന്നത്. അപ്പൊ നേരെ തന്നെ ഫ്യൂണറലും കർമ്മങ്ങളും കൂടി അവിടെ നടത്താൻ പറ്റും, അല്ലേ? അപ്പൊ അവർക്ക് രണ്ട് ബെനിഫിറ്റ് ഇല്ലേ? ആ ബോഡി വെക്കണതിന്റെ പൈസ കിട്ടും, എന്താണ് അവിടെ സംസ്കാരം അവര് അല്ലെങ്കിൽ ദഹിപ്പിക്കണതിന്റെ പൈസ കിട്ടും. ക്ലിയർ ആയോ? മനസ്സിലായോ പറയണ എന്താണ്? എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും എന്താണ് ഈ ഫ്യൂണറൽ ഹോംസുകളാണ് നടത്തുന്നത്. അതായത് എന്താ പറഞ്ഞേ, ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് കേട്ടോ. ഓൾ പ്രൈവറ്റ് മോർച്ചറീസ് ആർ റൺ ബൈ ഫ്യൂണറൽ ഹോംസ്. ഈ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. അപ്പൊ പ്രൈവറ്റ് അല്ലേ, പൈസ മറ്റേ നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഇതിനേക്കാളും കുറച്ചുകൂടി എന്താ ഈ മോർച്ചറിയിൽ വെക്കുന്നതിനാണെങ്കിൽ പൈസ കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെ? നമ്മൾ പറഞ്ഞു ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ് ചെറിയ ഫീസോട് കൂടിയാണ് അവരവരുടെ ബോഡി സൂക്ഷിക്കുന്നത്. എന്നാൽ പബ്ലിക് ഈ നമുക്ക് എന്താ പ്രൈവറ്റ് മോർച്ചറി, പ്രൈവറ്റ് പാർട്ടി എല്ലാം കൂടുതലല്ലേ? പ്രൈവറ്റ് വ്യക്തികള് അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ ഫീസും കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പൊ അവരെന്താ, അവരെ ബോഡി അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മൾ ആവശ്യപ്പെടുകയാണ് അതിന്റെ ഫ്യൂണറൽ കാര്യങ്ങൾ കൂടി നടത്തണം. അങ്ങനെയെങ്കിൽ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ഫ്യൂണറൽ ഹോംസ് ഉണ്ട്, വേഗം തന്നെ ബോഡി ഫ്യൂണറൽ ദഹന കർമ്മങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റും. അപ്പൊ അവർക്ക് രണ്ടിന്റെ ഫീസ് കിട്ടും. അത് സംസ്കാരം കാര്യങ്ങൾ നടത്തണമെങ്കിൽ അതിന്റെ ഫീസും എത്രയും ദിവസം അല്ലെങ്കിൽ നമുക്ക് മോർച്ചറിയിൽ വെച്ചതിന്റെ ആ ഫീസും രണ്ടും അവർക്ക് കിട്ടും. എന്തായാലും അവർക്ക് ബെനിഫിറ്റ് ആണ്, അല്ലേ? ഓക്കെ, അപ്പൊ അതൊന്ന് നോട്ട് ചെയ്തു കേട്ടോ. ഫ്യൂണറൽ ഹോംസിന്റെ കീഴിൽ വരുന്നതാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും, അല്ലെങ്കിൽ എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും നടത്തുന്നത് ഫ്യൂണറൽ ഹോംസുകളാണ്. Private mortuaries are part of external service of funeral homes. Private mortuary എന്ന് പറയുന്നത് ഫ്യൂണറൽ ഹോംസിന്റെ ഒരു ബാഹ്യ സർവീസിന്റെ ഭാഗമാണ്. സർവീസിന്റെ ഭാഗമാണ് കേട്ടോ. ഫ്യൂണറൽ ഹോംസിന്റെ ഒരു എക്സ്റ്റേണൽ സർവീസിന്റെ ഭാഗമാണ് പ്രൈവറ്റ് മോർച്ചറീസ് എന്ന് പറയുന്നത്.
ഫ്യൂണറൽ ഹോംസിന്റെ ബാഹ്യ സർവീസിന്റെ ഭാഗമാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. They come under the category either of funeral home or funeral parlor. അതൊന്ന് നോട്ട് ചെയ്തോട്ടോ. ഫ്യൂണറൽ ഹോം അല്ലെങ്കിൽ ഫ്യൂണറൽ പാർലർ എന്നാണ് അറിയുന്നത്. ഫ്യൂണറൽ ഹോം എന്ന് പറഞ്ഞാലും ഫ്യൂണറൽ പാർലർ എന്ന് പറഞ്ഞാലും ശരി തന്നെയാണ് കേട്ടോ. അപ്പൊ 3 തരത്തിലാണ്, അത് 3ഉം ചോദിക്കാറുണ്ട് കേട്ടോ. ഫസ്റ്റ് സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടോ. Dash mortuary is a private structure to receive remains waiting for burial or cremation. ഏത് മോർച്ചറിയാ? പ്രൈവറ്റ് മോർച്ചറിയാ. പ്രൈവറ്റ് സ്ട്രക്ചർ എന്ന് തന്നെ കാണുമ്പോ അറിയാലോ അല്ലെ? പ്രൈവറ്റ് സ്ട്രക്ചർ ഡാഷ് ഇട്ട് തരുമ്പോ കാണുമ്പോ അറിയാം പ്രൈവറ്റ് മോർച്ചറിയാണ്. പിന്നെ ഹോസ്പിറ്റലിന്റെ ഉള്ളിലാന്ന് പറയുമ്പോ അറിയാം ഹോസ്പിറ്റൽ മോർച്ചറിയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ നമുക്ക് വെയിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ബോഡീസ്, നമുക്ക് മരിച്ച ആളുകളെ യഥാർത്ഥത്തിൽ മരിച്ചു എന്ന് ഉറപ്പാക്കുന്നതിന് വരെ ബോഡി കീപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെയുള്ള മോർച്ചറിയാണ് വെയിറ്റിംഗ് മോർച്ചറി. 3 ടൈപ്പ് ക്ലിയർ ആയോ? വെയിറ്റിംഗ് മോർച്ചറി, ഹോസ്പിറ്റൽ മോർച്ചറി, പ്രൈവറ്റ് മോർച്ചറി. ഈ ഹോസ്പിറ്റൽ മോർച്ചറിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രൈവറ്റ് മോർച്ചറികൾ എന്താണ് അവിടെ ഒരു ഇതായിട്ട് പറഞ്ഞത്? ഇൻഫെക്ഷൻ ഉള്ള ബോഡീസ്, ഇൻഫെക്ഷൻ മൂലം മരണമടഞ്ഞ ആളുകളുടെ ബോഡീസ് പ്രൈവറ്റ് മോർച്ചറിക്കാര് എടുക്കുന്നില്ല. എന്തുകൊണ്ട്? അവർക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല. അതാ എന്ത് പ്രശ്നം വന്നാലും ആ ഒരു വ്യക്തിയിലായിരിക്കും അല്ലെ. അതുകൊണ്ട് അവർ അങ്ങനെയുള്ള ബോഡി കീപ്പ് ചെയ്യുന്നില്ല. ഓക്കെ. പിന്നെ ഫ്യൂണറൽ ഹോംസിന്റെ കാര്യം പറഞ്ഞു. ദഹനം നടത്തുന്ന ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ് എന്ന് പറയുന്നത്. ദഹിപ്പിക്കുന്ന സ്ഥലമാണ് ഫ്യൂണറൽ ഹോംസ്. അപ്പൊ ഫ്യൂണറൽ ഹോംസിന്റെ കീഴിലാണ് എല്ലാ പ്രൈവറ്റ് മോർച്ചറികളും. അവർക്ക് 2 കാര്യമുണ്ട്. ബോഡി അവിടെ കീപ്പ് ചെയ്യുകയും ചെയ്യാം. ഇനി നമ്മളെ ദഹിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർക്ക് തന്നെയുണ്ടല്ലോ. അപ്പൊ അവർക്ക് സംസ്കാര കാര്യങ്ങളും നടത്തി കൊടുക്കണം. അപ്പൊ 2ന്റെ ഫീസ് അവർക്ക് കിട്ടും. ഇനി നമുക്ക് എങ്ങനെ നമുക്കൊരു മോർച്ചറി എൻവയോൺമെന്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും? മെയിൻറ്റെയിൻ ദ മോർച്ചറി എൻവയോൺമെന്റ്. The mortuary occupancy register is updated precisely. Precisely എന്ന് പറഞ്ഞാൽ കൃത്യമായും അപ്ഡേറ്റ് ചെയ്യണം. മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ. എന്താണ് അപ്പൊ മോർച്ചറി ഒക്യുപ്പൻസി രജിസ്റ്റർ? അവിടെ ഒക്യുപ്പൈ ചെയ്യുന്ന, മോർച്ചറിയിൽ ഒക്യുപ്പൈ ചെയ്യുന്ന മരിച്ച ആളുകൾ അവർക്കിടെ എണ്ണം അല്ലെ, ഒക്യുപ്പൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണം, അല്ലെങ്കിൽ ഡെഡ് ബോഡി, എത്ര ഡെഡ് ബോഡി ദാറ്റ് ടൈം, അത് അങ്ങനെ ആ ഒരു രജിസ്റ്റർ കൃത്യമായിട്ടും അപ്ഡേറ്റ് ചെയ്യണം. എപ്പോഴും നമുക്ക് എത്ര ബോഡി അവിടെ കീപ്പ് ചെയ്യുന്നുണ്ട്, അവിടെ എത്ര ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്, അതിന്റെ ഒരു രജിസ്റ്റർ കൃത്യമായും എന്ത് ചെയ്യണം? അപ്ഡേറ്റ് ചെയ്യണം. ഓക്കെ. The necessary temperature of the mortuary is observed and sustained. മോർച്ചറി ടെമ്പറേച്ചർ, അത്യാവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യുക, അതുപോലെ അത് സസ്റ്റെയിൻ ചെയ്യുക, നിലനിർത്തുക. ഇനി 3ാമത്തെ പോയിന്റ് നോക്കി. ക്ലീൻനെസ് ആൻഡ് ടൈഡ്നെസ് ഓഫ് ദ മോർച്ചറി സസ്റ്റെയിൻ. ക്ലീൻനെസ്, വൃത്തി വേണം അല്ലെ, ശുചിത്വം വേണം. ആൻഡ് ടൈഡ്നെസ്, വൃത്തി. ക്ലീൻനെസ്, ടൈഡ്നെസ്, നല്ല വൃത്തിയും ശുചിത്വം ഒക്കെ വേണം. അത് മോർച്ചറിയിൽ സസ്റ്റെയിൻ ചെയ്യണം. ഇൻഫെക്ഷൻ ഒക്കെ വരാലോ, മോർച്ചറി നല്ല നീറ്റായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ അകത്തു നിന്നുള്ള ഇൻഫെക്ഷൻ പുറത്തേക്ക് വരാം അല്ലെ. ആ എൻവയോൺമെന്റ് അല്ലെങ്കിൽ മോർച്ചറിയിൽ നല്ല വൃത്തിയും ശുചിത്വം ഒക്കെ ഉണ്ടായിരിക്കണം, നിലനിർത്തണം. അടുത്ത് നോക്കിയാൽ സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറീസ് ഒബ്സർവ് ആൻഡ് സസ്റ്റെയിൻ. മോർച്ചറിയുടെ സുരക്ഷ, മോർച്ചറിയുടെ കേട്ടോ, ദ സെക്യൂരിറ്റി ഓഫ് ദ മോർച്ചറി, മോർച്ചറിയുടെ സെക്യൂരിറ്റി ഒബ്സർവ് ചെയ്യുക, സസ്റ്റെയിൻ ചെയ്യുക. എന്തിനാ മോർച്ചറിയുടെ സെക്യൂരിറ്റി നമ്മൾ നോക്കണേ? എന്താ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ. ഇപ്പൊ ഇതുപോലെ എന്തെങ്കിലും മരിച്ച ഡെഡ് ബോഡിയൊക്കെ ഇങ്ങനെ എന്താ പറയാ, തെളിവെടുപ്പിന്റെ വല്ല മർഡറൊക്കെ ആണെങ്കിൽ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ ഡെഡ് ബോഡിയൊക്കെ ഇനി എന്തെങ്കിലും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ യഥാർത്ഥ കുട്ടികളെയൊക്കെ കിട്ടും ചിലപ്പോ ആ ബോഡി ഇതൊക്കെ നോക്കാൻ. അപ്പൊ ഇങ്ങനെ ബോഡീസ് ഒക്കെ മോഷ്ടിച്ചോണ്ടോളൊക്കെ കണ്ടിട്ടില്ലേ സിനിമയിലെ മോർച്ചറിന്നൊക്കെ, തെളിവൊക്കെ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ക്രിമിനലുകളോ അവരുടെ ഗുണ്ടാ സംഘങ്ങളോ ഒക്കെ വന്നിട്ട് വേണമെങ്കിൽ ആ ഡെഡ് ബോഡി കടത്തിക്കൊണ്ട് പോകാം, തെളിവ് നശിപ്പിക്കാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ പറയാ, ആ മോർച്ചറിയുടെ സെക്യൂരിറ്റി അങ്ങനെ
അതുകൊണ്ട് ആ ഒരു പർപ്പസ് ആണ് മെയിൻ ആയിട്ട് പറയുന്നത്. മോർച്ചറിയുടെ സെക്യൂരിറ്റി നിരീക്ഷിക്കുകയും അത് നിലനിർത്തുകയും വേണം. ഓക്കെ, ഡെഡ് ബോഡീസ് ആണെങ്കിൽ വെറുതെ വിടൂല, അതിനെ നമ്മള് എന്താ പറയാ നന്നായിട്ട് കെയർ തന്നെ ചെയ്യണം. ഇങ്ങനെയുള്ള ഇതിനകത്ത് വരുമ്പോൾ ആരെങ്കിലും ബോഡിയൊക്കെ കടത്തിക്കൊണ്ടുപോയി നശിപ്പിക്കുകയോ എന്തെങ്കിലുമൊക്കെ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. അടുത്ത് നോക്കിയേ, ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡ്സ് ആൻഡ് അജൻഡാസ് ആർ സ്ട്രിക്ട്ലി സസ്റ്റൈൻഡ് ഓൾ ദ ടൈം. എല്ലാ സമയത്തും ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകള്, അതിന് വേണ്ടിയിട്ടുള്ള അജൻഡാസ് ഇതെല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തണം. ഇൻഫെക്ഷൻ ഒന്നും വരാൻ പാടില്ല അല്ലെ. ഇൻഫെക്ഷനെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള മാനദണ്ഡങ്ങള്, അജണ്ട, ഇതൊക്കെ എപ്പോഴും എല്ലാ സമയത്തും നിലനിർത്തണം. അജണ്ട എന്ന് പറഞ്ഞാൽ പ്രൊസീജിയർ എന്നുള്ള നടപടിക്രമങ്ങളാട്ടോ, പ്രൊസീജിയർ എല്ലാം സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തണം. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ഒരു മോർച്ചറി എൻവയോൺമെന്റിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. മോർച്ചറിയുടെ ഒക്യുപ്പൻസി രജിസ്റ്റർ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്യണം. മോർച്ചറിയിലെ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ഒബ്സർവ് ചെയ്യണം, നിലനിർത്തണം. പിന്നെ വൃത്തിയും ശുചിത്വം ഒക്കെ മോർച്ചറിയിൽ നിലനിർത്തണം. മോർച്ചറിയുടെ സെക്യൂരിറ്റി സസ്റ്റെയിൻ നിലനിർത്തണം. ഇൻഫെക്ഷൻ കൺട്രോൾ സ്റ്റാൻഡേർഡുകളും പ്രൊസീജിയറുകളും സ്ട്രിക്റ്റ് ആയിട്ട് നിലനിർത്തണം എല്ലാ സമയത്തും. ക്ലിയർ ആയില്ലേ 5 പോയിന്റ്സും? ഓക്കെ, ഇനി അടുത്തതാണ് ഓട്ടോപ്സി ആണ് കേട്ടോ. ഓട്ടോപ്സി ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സെക്ഷൻ ആണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ ചോദിക്കാറുണ്ട് ലാസ്റ്റ്. ഓട്ടോപ്സി, ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ആൻ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. അത് പോസ്റ്റ്മോർട്ടം അത് തന്നെ. അതായത് നമ്മൾ മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നു, അതാണ് ഓട്ടോപ്സി. ആൻഡ് എക്സാമിനേഷൻ എന്ന് വേണമെങ്കിൽ ഒറ്റ സെന്റൻസ് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ഓട്ടോപ്സി എന്താണ്? ആൻഡ് എക്സാമിനേഷൻ ഓഫ് എ ബോഡി, എക്സാമിനേഷൻ ഓഫ് എ ബോഡി ആഫ്റ്റർ ഡെത്ത്. മരിച്ചതിന് ശേഷം ബോഡി എന്ത് ചെയ്യുന്നു? എക്സാമിനേഷൻ നടത്തുന്നു, പരിശോധിക്കുന്നു, അതാണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. അതുകൂടി അണ്ടർലൈൻ ചെയ്തു കേട്ടോ. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ മൃതദേഹങ്ങള്, മൃതദേഹങ്ങളുടെ പരിശോധനയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. മൃതദേഹ പരിശോധന is carried out for clinical as well as medico-legal purpose. എന്തിനു വേണ്ടിയാണ് നടത്തുന്നത്? ക്ലിനിക്കൽ പർപ്പസ് ഉണ്ട്, അതുപോലെ മെഡിക്കോ-ലീഗൽ, ലീഗൽ ആയിട്ടുള്ള കാര്യത്തിനും മെഡിക്കോ-ലീഗൽ പർപ്പസിനും. എന്താണ്? ഓട്ടോപ്സി ആണോ? ആൻ എക്സാമിനേഷൻ ഓഫ് എ ബോഡി ആഫ്റ്റർ ഡെത്ത്. മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നു. അത് തന്നെ തന്നിട്ടുണ്ട്. ഇനിയിപ്പോ വേറെ രീതിയിൽ അങ്ങനെ ചോദിച്ചാലും അറിയാൻ വേണ്ടി തന്നേക്കണേ കേട്ടോ. എന്തായാലും അറിയാലോ, എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നു, അതാണ് ഓട്ടോപ്സി അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്ന് പറയുന്നത്. സെൽഫ് സ്റ്റഡി ഓഫ് കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ മൃതദേഹം, മൃതദേഹങ്ങളുടെ പരിശോധനയാണ് ഓട്ടോപ്സി എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്? ക്ലിനിക്കൽ, ചികിത്സാ സംബന്ധമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ക്ലിനിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ, അല്ലെ? രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാൻ, വേറെ ഉദ്ദേശമൊന്നുമില്ല. ഇപ്പൊ ഒരാള് മരിച്ചു, അപ്പൊ ചിലപ്പോ നമുക്ക് മരിക്കുന്നതിന് മുന്നേ എന്ത് രോഗം മൂലമാ മരിച്ചതെന്ന് കറക്റ്റ് ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല എന്ന് വരില്ല. അപ്പൊ എന്ത് ചെയ്യും? ചിലപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഓട്ടോപ്സി നടത്തി കഴിയുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം നടത്തി കഴിയുമ്പോഴായിരിക്കും ഇയാൾക്ക് ഇന്ന അസുഖമായിരുന്നു എന്ന് നമ്മൾ കണ്ടെത്തുന്നത്, അല്ലെ? എന്താണ് ക്ലിനിക്കൽ പർപ്പസ് എന്ന് പറഞ്ഞ രോഗം എന്താണ് എന്നൊക്കെ കണ്ടെത്തുന്നതിന് വേണ്ടി മാത്രം. ക്ലിയർ ആകുന്നില്ല? ഐശ്വര്യക്ക് എന്താ ഞാൻ പറയുന്നതില് ക്ലിയർ ആവാതെയാണോ? ഇനി അത് കേൾക്കാൻ പറ്റാത്തതാണോ? നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കട്ടായി പോയിട്ടാണോ? കേൾക്കുന്നത് ക്ലിയർ അല്ല, കട്ടാവുന്നുണ്ട് ആയിട്ടാണോ? ഓക്കെ, ഞാൻ ഒന്നുകൂടി പറയാം, ശരി ഒന്ന് നോക്കട്ടോ. അതായത് ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം, രണ്ട് സെയിം തന്നെയാണ്. ഓട്ടോപ്സി ഓർ പോസ്റ്റ്മോർട്ടം അതെന്താണ് പറയുന്നത്? നമ്മൾ മരിച്ചതിന് ശേഷം ബോഡി എക്സാമിൻ ചെയ്യുന്നു. ആൻഡ് എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്തിന് ശേഷം
ബോഡി എക്സാമിൻ ചെയ്യുന്നു. അല്ലെങ്കിൽ താഴെ പറഞ്ഞിട്ടുണ്ട് നോക്കിയേ, ഓട്ടോപ്സി ലിറ്ററലി മീനിങ് സെൽഫ് സ്റ്റഡി ഓഫ് എ കോർപ്സ്. കോർപ്സ് എന്ന് പറഞ്ഞാൽ മൃതദേഹം, മൃതദേഹത്തിന്റെ പരിശോധന. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇനി എന്തിനു വേണ്ടി ഇത് നടപ്പിലാക്കുന്നത്? ക്ലിനിക്കൽ പർപ്പസ് ഉണ്ട്. രണ്ട് ടൈപ്പ് അവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ക്ലിനിക്കൽ ഓട്ടോപ്സി, അതായത് ക്ലിനിക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്, രോഗം എന്താണ്, അത്രയുള്ള അതിന്റെ ഉദ്ദേശം. അത് ഒട്ടും കേൾക്കാൻ പറ്റുന്നില്ല. മോളൊന്ന് പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യോ. ഇനി വേറെ ആർക്കെങ്കിലും ആ പ്രശ്നമുണ്ടോ? കേൾക്കാൻ പറ്റായികയുണ്ടോ? അത് ചിലപ്പോ നെറ്റിന്റെ എന്തെങ്കിലും പ്രശ്നമായിരിക്കും. കട്ടായിട്ടാണ് കേൾക്കുന്നത്. ചിലര് നോ 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 എന്നൊക്കെ ഇട്ടിട്ടുണ്ട്, കേൾക്കുന്നുണ്ട് ഇട്ടിട്ടുണ്ട്. ഒന്ന് പെട്ടെന്നൊന്ന് കേൾക്കാൻ പറ്റാത്തവരൊന്ന് പെട്ടെന്നൊന്ന് കട്ടാക്കിയിട്ടൊന്ന് ജോയിൻ ചെയ്തേ. എന്നിട്ടൊന്ന് നോക്കിയാണോ നോക്കട്ടാ. ഓൺലൈൻ ആയതുകൊണ്ട് നമുക്ക് അതിൻ്റെതായ ലിമിറ്റേഷൻ ചിലപ്പോൾ വല്ല നെറ്റിന്റെ പ്രശ്നം കൊണ്ടൊക്കെ ആയിരിക്കും, റേഞ്ച് പോകുമ്പോഴോ. ഓക്കെ, അപ്പൊ ഇത് നമ്മൾ പറഞ്ഞത് ഒന്നാമത്തെ എന്താണ്, നമുക്ക് എന്താ രോഗം. ചിലപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മരിക്കണേന് മുന്നേ നമുക്ക് രോഗം ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, മരിച്ചതിന് ശേഷം പോസ്റ്റ്മോർട്ടം ഒക്കെ നടത്തി അല്ലെങ്കിൽ ഓട്ടോപ്സി നടത്തി കഴിയുമ്പോൾ എന്തായിരുന്നു രോഗം എന്നുള്ളത് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി അടുത്തതാണ് മെഡിക്കോ ലീഗൽ പർപ്പസ്. അത് ഈ പറഞ്ഞ പോലെ വല്ല മർഡറോ ഒക്കെ ആണെങ്കിൽ അത് നിയമപരമായിട്ട് മെഡിക്കോ ലീഗൽ പർപ്പസ്, അതായത് കേസിന്റെ ഭാഗമായിട്ട് കേസ് തെളിയിക്കാനായിട്ട്, എപ്പോഴാണ് മരിച്ചത്, എന്താ കാരണം, അങ്ങനെയൊക്കെ എന്താണ്, സൂയിസൈഡ് ചെയ്തതാണോ, മർഡർ ആണോ, എന്താണ്, അങ്ങനെയൊക്കെ ഉള്ള ഒരു പർപ്പസിന് വേണ്ടിയിട്ട്, അതാണ് മെഡിക്കോ ലീഗൽ പർപ്പസ്. ഈ രണ്ട് കാര്യങ്ങൾക്കുമാണ് നമ്മൾ ഓട്ടോപ്സി ചെയ്യുന്നത്. അല്ലാതെ രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഒന്നാമത്തെയാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി, ലൂസ്ലി ടേംഡ് ആസ് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് അണ്ടർലൈൻ ചെയ്തു കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പത്തോളജിക്കൽ ഓട്ടോപ്സി. പത്തോളജിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട്, എന്തിനു വേണ്ടിയാണ് നടപ്പിലാക്കുന്നത്? ടു ഡയഗ്നോസ് ദ ഡിസീസ്. ഇത്രയുള്ളൂ. എന്താണ് രോഗം, ആ രോഗം എന്താണെന്ന് നിർണയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പത്തോളജിക്കൽ ഓട്ടോപ്സി അല്ലെങ്കിൽ നമ്മൾ ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത്. ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. കറക്റ്റ് ആക്കി മനസ്സിലാക്കുക കേട്ടോ. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് ക്യാരിഡ് ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. എന്ത് രോഗമാണ്, എന്ത് രോഗം മൂലമാണ് അയാൾ മരണമടഞ്ഞത്, അത് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. വിച്ച് ഹാസ് ലെഡ് ടു ദ മോർട്ടാലിറ്റി വെൻ ആന്റിമോർട്ടം എഫേർട്ട് ഹാവ് ഫെയിൽഡ്. എന്താണ് നോക്കിയേ, ഇത് മരണനിരക്ക് കണ്ടുപിടിക്കാനാണ്. വിച്ച് ഹാസ് ലെഡ് ടു ദ മോർട്ടാലിറ്റി വെൻ ആന്റിമോർട്ടം എഫേർട്ട് ഹാസ് ഫെയിൽഡ്. അതാണ് മരണത്തിന് മുന്നുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും നമ്മൾ എന്താണ് മരണനിരക്ക് അല്ലെങ്കിൽ മരണ കാരണം നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്, മരണത്തിലേക്ക് നയിച്ച കാരണം എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഇത് നടത്തുന്നത് പത്തോളജിസ്റ്റ് ആണ്. അതുകൊണ്ടാണ് അതിന് പത്തോളജിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത് കേട്ടോ. പത്തോളജിസ്റ്റ് ആണ് ഇത് നടത്തുന്നത്. PATHOLOGIST പത്തോളജിസ്റ്റ് ആണ് ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്നത്. അപ്പൊ അതിന്റെ പർപ്പസ് എന്താ, ഈ ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് എന്താ? ഇസ് ക്യാരി ഔട്ട് ടു ഡയഗ്നോസ് ദ ഡിസീസ്. ഇങ്ങനെ തന്നെ ചോദിക്കും. ക്ലിനിക്കൽ ഓട്ടോപ്സി ഇസ് ക്യാരിഡ് ഔട്ട് ടു ഡാഷ്. ഇതിന് വേണ്ടിയാ ഡയഗ്നോസ് ദ ഡിസീസ്. എന്ത് രോഗമാണ്, എന്ത് രോഗം മൂലമാണ് ആ വ്യക്തി മരണമടഞ്ഞത് എന്ന് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ആ ഒരു പർപ്പസ്, അതിനു വേണ്ടി ചെയ്യുന്നതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. കണ്ടോ, വിച്ച് ഹാസ് ലെഡ് ടു ദ മോർട്ടാലിറ്റി വെൻ ദ ആന്റിമോർട്ടം എഫേർട്ട് ഹാവ് ഫെയിൽഡ്. എന്ന് വെച്ചാൽ എന്താ, മരണത്തിന് മുന്നേ അറിയാൻ പറ്റിയില്ല, എന്തുകൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പറ്റിയില്ല. അപ്പൊ മരണത്തിന് ശേഷം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് എന്ത് രോഗം മൂലമാണ് മരിച്ചത് എന്ന് കണ്ടുപിടിക്കും. അത് നിങ്ങൾ കേട്ടിട്ടില്ല അങ്ങനെ? ഇന്ന് മരിച്ചു കഴിയുമ്പോഴായിരിക്കും ചിലപ്പോ അയാൾക്ക് ഇന്ന രോഗമായിരുന്നു എന്ന് അറിയണേ. ചിലപ്പോ മരിക്കുന്നതിന് മുന്നേ വരെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്താന്നുള്ളത് കേട്ടോ. അപ്പൊ അങ്ങനെ അതിനു വേണ്ടിയിട്ടാണ് ഡിസീസ് ഡയഗ്നോസ് ചെയ്യുക. അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി. ഇനി നോക്കിയ പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സി. അത് 2 പോയിന്റും നോട്ട് ചെയ്യണം കേട്ടോ. എന്തൊക്കെയാണ് പർപ്പസ്?
നമ്മൾ പറഞ്ഞ ഇത് തന്നെയാണ്. ടു എസ്റ്റാബ്ലിഷ് ദ നേച്ചർ ഓഫ് ദ ഡിസീസ് which has led to the death. മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ, നേച്ചർ അറിയാൻ, എന്ത് രോഗമായിരുന്നു എന്ന് കണ്ടുപിടിക്കാൻ, സ്ഥാപിക്കാൻ. To establish the nature of disease which has led to the death. മരണത്തിലേക്ക് നയിച്ച ആ രോഗം, അതിന്റെ സ്വഭാവം കണ്ടുപിടിക്കാൻ. When antemotum attempt have failed. അതായത് മരണത്തിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റിയില്ല. മരണത്തിന് മുമ്പുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ പോലും മരണത്തിലേക്ക് നയിച്ച ആ രോഗ കാരണം എന്താണ്, രോഗം അതിന്റെ നേച്ചർ എന്താണ് എന്ന് കണ്ടുപിടിക്കുന്നതിന്. രണ്ടാമത് നോക്കിയേ, ടു സ്റ്റഡി പത്തോളജി ഓഫ് ദ ഡിസീസ്. ഡിസീസിന്റെ പത്തോളജി പഠിക്കുന്നതിന്. അതായത് എന്താ പത്തോളജി? സ്റ്റഡി ഓഫ് ഡിസീസ് ആണ് അല്ലെ, രോഗങ്ങളെ കുറിച്ചുള്ള പഠനമാണ് പത്തോളജി എന്ന് പറയുന്നത്. അപ്പൊ ആ രോഗത്തെ കുറിച്ച് കൂടുതലായിട്ട് നമുക്ക് പഠിക്കുന്നതിന്. ടു സ്റ്റഡി ദ പത്തോളജി ഓഫ് ഡിസീസ് which has led to death. ഡെത്തിലേക്ക്, മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. Even when the diagnosis has been established prior to death. മരണത്തിലേക്ക് നയിച്ച രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. അത് മരണത്തിന് മുന്നേ നമുക്കത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. മരണത്തിന് മുമ്പ് നമുക്ക് രോഗം എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയില്ല. പറ്റിയപ്പോൾ അത് നമുക്ക് മരണത്തിന് മുന്നേ രോഗം എന്താണ് എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. എന്നിട്ട് ആ രോഗം എന്താണെന്ന്, അല്ലെങ്കിൽ ആ രോഗത്തിന്റെ നേച്ചർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞേക്കണേ? ടു സ്റ്റഡി ദ പത്തോളജി ഓഫ് ഡിസീസ്. ഡിസീസിന്റെ പത്തോളജി പഠിക്കാൻ. പത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഡിസീസ് ആണ്. എന്ത് രോഗമാണ്, അതിന്റെ ഡീറ്റെയിൽസ്, എന്തുകൊണ്ടാണ് അത് വന്നത്, അങ്ങനെയൊക്കെ ഉള്ള ഇത്. which has to lead, എന്ത് മരണത്തിലേക്ക് നയിച്ച ആ രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. Even when the diagnosis has been established prior to death. അതായത് മരണത്തിന് മുന്നേ ചിലപ്പോൾ നമുക്ക് എന്താ രോഗം അറിയാൻ പറ്റിയിട്ടുണ്ടാവും. എങ്കിൽ പോലും മരണത്തിന് മുന്നേ നമുക്ക് അറിയാം ഇന്ന രോഗമാണ്, എന്നിട്ട് അയാൾ മരിച്ചു, ഇന്ന രോഗമാണ് എന്ന് പറഞ്ഞ് മരിച്ചു. എന്നിട്ട് പോലും നമുക്ക് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, ആ രോഗത്തിന്റെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. അങ്ങനെ രണ്ട് കേസുകൾ അവിടെ പറയുന്നുണ്ട് കേട്ടോ. എന്താണ് മെയിൻ പർപ്പസ്? എന്താണ്? ഡിസീസ് എന്താണ് അല്ലെ? ടു ഡയഗ്നോസ് ദ ഡിസീസ്. അതാണ് ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയുന്നത്. ഒന്നാമത്തെ എന്താ പറഞ്ഞത് നമ്മള്? അതായത് മരണത്തിന് മുൻപ് നമുക്ക് എന്ത് രോഗാന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ല. എന്നിട്ട് എന്ത് ചെയ്യും? മരിച്ചതിന് ശേഷം ആ രോഗം എന്താണെന്ന് അതിനെ കുറിച്ച് പഠിക്കാൻ. രണ്ടാമത്തെയാണ് നമ്മൾ പറഞ്ഞത് സ്റ്റഡി ഓഫ് പത്തോളജി. ആ രോഗത്തിന്റെ പത്തോളജി പഠിക്കാൻ. അതായത് മരണത്തിന് മുന്നേ മനസ്സിലാക്കി ഇന്ന രോഗമായിരുന്നു എന്ന് നമ്മൾ മരണത്തിന് മുന്നേ ഓൾറെഡി അറിഞ്ഞു. എങ്കിൽ പോലും മരിച്ചതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുന്നു? ഈ പോസ്റ്റ്മോർട്ടം അല്ലെങ്കിൽ ഓട്ടോപ്സി നടത്തിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാൻ. എങ്ങനെയാണ്, എന്ത് രോഗമാണ്. അതാണ് പറയുന്നത്. നമ്മൾ എന്താണ് അനിപ്പയുടെ കാര്യം എവിടെ മെസ്സേജ് അയച്ചുണ്ട്. അപ്പൊ അതൊക്കെ എന്താ പറയുക, കുറച്ചും കൂടി ഡീറ്റെയിൽ പഠിക്കാനാണ്. നമുക്ക് ഓൾറെഡി മരിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞു ഇന്ന രോഗമാണെന്ന് അറിഞ്ഞു. എങ്കിലും മരിച്ചതിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് എന്താണ്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ഇത് വന്നത്, അല്ലെങ്കിൽ എത്രത്തോളം ഇതുണ്ട്, കുറച്ചും കൂടി ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് രണ്ടുമാണ് ഏത് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ പർപ്പസ് പറയുന്നത്. രണ്ടും ക്ലിയർ ആയോ നിങ്ങൾക്ക്? മെയിൻ ആയിട്ട് നമ്മൾ എന്താ? ടു ഡയഗ്നോസ് ദ ഡിസീസ്. രോഗം, അത് മാത്രമേ ഉള്ളൂ. അത് ചെയ്യുന്നത് രോഗം. മരണത്തിന് മുന്നേ നമുക്ക് എന്താ പറയാ, രോഗം എന്താന്ന് മനസ്സിലായില്ലെങ്കിൽ മരിച്ചതിന് ശേഷം നമ്മൾ ഓട്ടോപ്സി ഒക്കെ ചെയ്ത് എന്തായിരുന്നു രോഗം എന്നൊക്കെ കണ്ടുപിടിക്കും. ഇനി രണ്ടാമത്തെ കേസിൽ പറഞ്ഞത് മരിക്കുന്നതിന് മുന്നേ നമ്മൾ അറിഞ്ഞു ഇന്ന രോഗമായിരുന്നു, എന്നാലും മരിച്ചതിന് ശേഷം വീണ്ടും ഓട്ടോപ്സി ഒക്കെ നടത്തിയിട്ട് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. ഓക്കെ, ക്ലിയർ ആണ്. ഇനി അടുത്തതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി എന്ന് പറയും. അതിന്റെ നമുക്ക് വേണമെങ്കിൽ എക്സ്പാൻഡഡ് ഫോം ആയിട്ട് ചോദിക്കാം കേട്ടോ. എക്സ്പാൻഡ് ML ഓട്ടോപ്സി, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി is executed with the aim of providing answer to the questions about the identity. മരിച്ച ആളുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി.
കുറച്ച് ക്വസ്റ്റ്യൻസ് ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നാൽ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉത്തരം കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. നമ്മൾ പറഞ്ഞില്ലേ ഇപ്പൊ ദുരൂഹ മരണങ്ങള്, ചിലപ്പോ സൂയിസൈഡ് ആവാം, ചിലപ്പോ മർഡർ ആവാം. അപ്പൊ നമ്മൾ കേസിന്റെ ഭാഗമായിട്ട് എന്താ കേസൊക്കെ തെളിയിക്കുന്നതിന്റെ ഫലമായിട്ട് ആ ഒരു പർപ്പസ് അവിടെ മെഡിക്കോ ലീഗൽ എന്ന് പറയുന്നത്. കണ്ടോ, this autopsy is executed with the aim of providing answer to the questions about the identity. മരിച്ച ആളുടെ വ്യക്തിത്വം. നിങ്ങൾ കേട്ടിട്ടില്ലേ ഒരു അജ്ഞാത മൃതദേഹം, നമ്മളെ എന്താ പറയാ, ഇപ്പൊ നമ്മൾ അർജുന്റെ കേസൊക്കെ അല്ലെ, ദിവസങ്ങളോളം വെള്ളത്തിൽ കിടന്നിട്ട് നമുക്ക് ആ ഒരു ബോഡി അപ്പത്തേക്കും ഫുള്ള് ജീർണിച്ച ഒരു അവസ്ഥയിലായി. അതിൽ നിന്ന് നമ്മള് എന്താ പറയാ ഈ അർജുനാണോ എന്ന് നമുക്കത് എന്താ പറയാ നമുക്കത് കണ്ടുപിടിച്ചില്ലേ ഇല്ലേ? നമ്മുടെ വ്യക്തിത്വം, ഐഡന്റിറ്റി, ഇന്ന ആളാണ് എന്നുള്ള, അയാളെ കുറിച്ച് ആരാ മരിച്ചത്, അതൊക്കെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ. പിന്നെ കോസ് ഓഫ് ഡെത്ത്, മരണത്തിന്റെ കാരണം കണ്ടുപിടിക്കാൻ. എന്താണോ, വെള്ളത്തിൽ പോയിട്ടാണോ, അല്ലെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചതാണോ, എന്ത് കാരണമാണ്, അതാണ് കോസ് ഓഫ് ഡെത്ത്. മരണത്തിന്റെ കാരണം എന്താണെന്നുള്ള ആ ക്വസ്റ്റ്യന് ആൻസർ കിട്ടാൻ ടൈം ഓഫ് ഡെത്ത്, മരിച്ച സമയം എത്രയാണ്, എപ്പോഴാണ് മരിച്ച സമയം. കണ്ടോ, നമുക്ക് മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി. ഇപ്പൊ നമുക്ക് ഈ പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്യുമ്പോൾ അറിയാൻ പറ്റൂലേ, ഏകദേശം ഒരു 3 മണിക്കൂറായി മരിച്ചിട്ട്. അപ്പൊ ആ 3 മണിക്കൂറിനുള്ളില് അവിടെ നമ്മള് എന്താണ്, അല്ലെങ്കിൽ അതുമായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എന്താ പറയാ, അതിപ്പോ മർഡർ ഒക്കെ ആണെങ്കിൽ ആ കൊലയാളിനെ കണ്ടുപിടിക്കാൻ എളുപ്പമാവൂലേ. ആ ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് അല്ലേ ഇല്ലേ? അങ്ങനെയൊക്കെ നമ്മൾ ഒത്തിരി സിനിമയിൽ കണ്ടിട്ടുണ്ടല്ലോ. ആ ഇന്ന ടൈമിന്റെ ഉള്ളിലാ മരിച്ചത്. ഇപ്പൊ നമുക്കൊരു 5 മണിക്കൂറായി മരണം സംഭവിച്ചത്. അപ്പൊ 5 മണിക്കൂറിനുള്ളില് എന്താണ് അവിടെ സംഭവിച്ചത്, അല്ലെങ്കിൽ അവിടെ വന്നു പോയ ആളുകൾ, അയാളുമായിട്ട് കണക്ട് ചെയ്ത ആളുകളെ കുറിച്ച് നോക്കുക. അങ്ങനെയൊക്കെ അതാണ് ആ ടൈം കണ്ടുപിടിക്കാൻ. നോക്കിയേ, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്, മരണത്തിന്റെ ആ സിറ്റുവേഷൻ എന്താണ് അല്ലേ. നമ്മള് പറഞ്ഞ ആദ്യം നമ്മള് ക്രൈം ഫയൽ എന്ന് പറഞ്ഞ സിനിമയിലൊക്കെ അഭയനെ കൊല്ലണ പല പല രീതിയൊക്കെ പറയുന്നുണ്ട് അല്ലെ. അപ്പൊ ബോഡിയുടെ ഉള്ളിൽ നിന്ന് ഒരു കഷ്ണം പായലൊക്കെ കിട്ടിക്കഴിയുമ്പോ അതൊക്കെ നോക്കും അല്ലെ, അത് എവിടത്തെയാണ്, അതൊക്കെ നോക്കി ഏതാ കുളത്തിലെയാണോ പുഴയിലെയാണോ, അത് എവിടെ നിന്ന് കളക്ട് ചെയ്താണോ, അതിനെയൊക്കെ ബേസ് ചെയ്തൊക്കെ നമുക്ക് എന്താ പറയാ ആ സിറ്റുവേഷൻ നമുക്ക് അറിയാൻ പറ്റും അല്ലെ. ഇപ്പൊ നമുക്ക് വെള്ളം ഉള്ളിൽ ചെന്നിട്ട് അങ്ങനെ മരിച്ചതാണോ, അപ്പൊ നമുക്ക് അതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് കേസ് കാര്യങ്ങളൊക്കെ പോകാം. ശ്വാസം മുട്ടി മരിച്ചതാണോ, അങ്ങനെ എന്താണ് ആ സിറ്റുവേഷൻ, അങ്ങനെയുള്ള കുറെ ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെയ്യുന്നതാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് നമുക്ക്, ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത് എക്സെട്ര. ഈ ക്വസ്റ്റ്യൻസിനൊക്കെ ആൻസർ കിട്ടുക എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. ഈസ് ബെനിഫിറ്റിംഗ്, ആർക്കാണ് ബെനിഫിറ്റ് ആവുന്നത്, ഇത് പ്രയോജനപ്രദമാകുന്നത്, ദ ലോ എൻഫോഴ്സിംഗ് ഏജൻസി ടു സെറ്റിൽ ദ ക്രൈം. കുറ്റകൃത്യം നമുക്ക് തെളിയിക്കാൻ ലോ എൻഫോഴ്സിംഗ് ഏജൻസിക്ക് ഇത് വളരെയധികം പ്രയോജനപ്രദമാണ്. ഒത്തിരി സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്ത് അതൊക്കെ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിയൊക്കെ വന്ന് അല്ലേ കേസൊക്കെ തെളിയിക്കുന്ന മമ്മൂട്ടിയൊക്കെ എത്ര CBI ഇതിനകത്തൊക്കെ നമ്മൾ കണ്ടിട്ടില്ലേ. കേസിന്റെ അതൊരു വലിയൊരു കാര്യമാണ്. പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും എങ്ങനെയാ മരിച്ചത് അല്ലെ, ഇതിനകത്താണ്. പിന്നെ അയാളുടെ എന്തെങ്കിലും തെളിവുകളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോ എന്താ പറയാ ബോഡിന്നൊക്കെ കിട്ടും, ഫോറൻസിക് ഇതൊക്കെ നോക്കുമ്പോഴല്ലേ. അങ്ങനെയൊക്കെ ഇങ്ങനെ ആ ഒരു പർപ്പസ് ആണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി പറയുന്നത്. എന്നാൽ ക്ലിനിക്കൽ ഓട്ടോപ്സി ഇതൊന്നും അല്ല, ഡിസീസിനെ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത അത് ചെയ്യുന്നത് എന്ത് രോഗമാണ് മരിച്ചത് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടി മാത്രം. എന്നാൽ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളും കാര്യങ്ങളും ഒക്കെ തെളിയിക്കുന്നത് അതൊക്കെയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. അതാണ് ആ പർപ്പസ് കേട്ടോ. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചോട്ടോ. അപ്പൊ ക്വസ്റ്റ്യൻ എന്തൊക്കെ കാര്യങ്ങളാണ്, മരിച്ച ആളുടെ ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ദ ഡെത്ത്. ദെൻ പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി. ML എന്നാണോ നോക്കട്ടോ, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി, ML ഓട്ടോപ്സി. എന്തൊക്കെയാണ് പർപ്പസ്? ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ദ ഡെത്ത്. നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെയും പറയുന്നത് യഥാർത്ഥ കാരണം
ആ മാനർ എന്ത് മൂലമാണ് മരിച്ചത് അത് കണ്ടുപിടിക്കുക. കൃത്യമായ കാരണവും നമുക്ക് അതുപോലെ തന്നെ ആ രീതി എന്ത് രീതിയാണ് MI എന്നാണല്ലേ, ML ആണ് കേട്ടോ. ML ഓട്ടോപ്സി തന്നെയാണത്. എല്ലാണ് അത് ക്യാപിറ്റൽ ലെറ്റർ ആക്കാം കേട്ടോ. ML മെഡിക്കോ ലീഗൽ ML ഓട്ടോപ്സി. പർപ്പസ് ഓഫ് ML ഓട്ടോപ്സി എല്ലാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. എന്താണ് ഒന്നാമത്തെ പർപ്പസ്? ഇതൊന്ന് ടിക്കിട്ട് വെച്ചോട്ടാ. എന്താണ് പർപ്പസ്? ടു ഫൈൻഡ് ഔട്ട് എക്സാക്ട് കോസ് ആൻഡ് മാനർ ഓഫ് ദ ഡെത്ത്. എന്താണ്? യഥാർത്ഥ കാരണവും മാനറും രീതിയും മനസ്സിലാക്കാൻ. മരണത്തിന്റെ എങ്ങനെയാ ശരിക്കും മരിച്ചത്, എന്താണ് യഥാർത്ഥ കാരണം, വെള്ളം ഒളിച്ചെന്നിട്ടാണോ, ശ്വാസം മുട്ടിയാണോ മരിച്ചത്, എന്താണ് യഥാർത്ഥ കാരണം, ഇനി രീതി ഏത് രീതിയിലാണ് മരണം സംഭവിച്ചത് എന്നൊക്കെ മനസ്സിലാക്കാൻ. ടു എസ്റ്റാബ്ലിഷ് ഐഡന്റിറ്റി ഓഫ് ദ ഡിസീസ്ഡ്, ഐഡന്റിറ്റി അല്ലെ, മരിച്ച ആളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ. മരിച്ച ആളുടെ വ്യക്തിത്വം മനസ്സിലാക്കാൻ, ഇന്ന ആള് തന്നെയാണോ മരിച്ചത് അല്ലെ, ഇവർക്കുടെ ആ ഒരു എന്താ പറയാ ഐഡന്റിറ്റി മനസ്സിലാക്കാൻ. ടു ഫൈൻഡ് ഔട്ട് ദ ടൈം സിൻസ് ദ ഡെത്ത്, ഇനി മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കാൻ. മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കാൻ. ടു ഫൈൻഡ് ഔട്ട് ടൈം സിൻസ് ഡെത്ത്, മരണം സംഭവിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടുപിടിക്കാൻ. അതൊക്കെ ഒത്തിരി കേസ് തെളിയിക്കാൻ ഒത്തിരി പ്രയോജനപ്രദമാണ്. കറക്റ്റ് സമയം പറയുമോ അല്ലേ, ഇത്ര സമയമായി, അല്ലെങ്കിൽ 2 മണിക്ക് 3 മണിക്കുള്ളിലാണ് മരണം സംഭവിച്ചത്. അപ്പൊ അങ്ങനെ നമ്മള് കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് കേസ് കാര്യങ്ങളോ തെളിവെടുപ്പ് കാര്യങ്ങളോ അങ്ങനെയൊക്കെ നടത്തിയാൽ മതി. അല്ലെങ്കിൽ 5 മണിക്കൂറായി മരിച്ചിട്ട്, അല്ലെങ്കിൽ 1 ദിവസമായി മരിച്ചിട്ട്, ഇങ്ങനെയൊക്കെ നമുക്ക് കറക്റ്റ് സമയം കിട്ടുമ്പോഴ്. ഇനി ടു കളക്ട് ട്രേസ് എവിഡൻസ്, തെളിവുകൾ ശേഖരിക്കാൻ അല്ലെ. ഓട്ടോപ്സി ചെയ്ത് കഴിയുമ്പോൾ ആ ബോഡിയിൽ നിന്ന് തന്നെ ഒത്തിരി തെളിവുകൾ കിട്ടും. നമുക്ക് കേസ് തെളിയിക്കാനൊക്കെ ഒത്തിരി എവിഡൻസ് കിട്ടും. അത് കളക്ട് ചെയ്യാൻ. പിന്നെ റീഓർഗനൈസേഷൻ ഓഫ് ദ ക്രൈം സീൻ, ക്രൈം സീൻ അത് പുനരാവിഷ്കരിക്കാൻ. കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പുനരാവിഷ്കരണം, അത് നമുക്ക് കറക്റ്റ് ആയിട്ട് സമയം. ഇപ്പൊ നമ്മൾ പറഞ്ഞില്ല ആദ്യം, മരിച്ചു കഴിഞ്ഞോ അതിന്റെ ആ ഡെഡ് ബോഡിയുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു അംശങ്ങൾ കിട്ടുവാണെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് എവിടെയാണ്, ഇപ്പൊ സിസ്റ്റർ അബയുടെ കാര്യം പറഞ്ഞു, ആ ഒരു കായലിന്റെ ഒരു അംശം ബോഡിയിൽ നിന്ന് കിട്ടി കഴിയുമ്പോൾ നമ്മൾ അത് എവിടെയാണ് അതുള്ളത്, അതിന്റെ ബേസ് ചെയ്തിട്ടൊക്കെ ഒത്തിരി നമുക്ക് എന്താ പറയാ നമുക്ക് കേസ് തെളിയിക്കാനായിട്ട് ഒത്തിരി ഇത് സഹായപ്രദമാവും. ആ കുറ്റകൃത്യം നടന്ന സ്ഥലം, അതാണ് ക്രൈം സീൻ എന്ന് പറഞ്ഞത്. കുറ്റകൃത്യം നടന്ന സ്ഥലത്തിന്റെ പുനരാവിഷ്കരണത്തിന് റീഓർഗനൈസേഷൻ, അത്രയും പർപ്പസ് ആണ്. ഒന്ന് വായിച്ചു നോക്കി 5 പോയിന്റ്. To find out exact cause and manner, യഥാർത്ഥ കാരണം രീതിയും കണ്ടെത്താൻ, ഐഡന്റിറ്റി മനസ്സിലാക്കാൻ, മരിച്ചിട്ട് എത്ര സമയമായി എന്ന് കണ്ടെത്താൻ, തെളിവുകള് ശേഖരിക്കാൻ, പിന്നെ ക്രൈം സീൻ പുനരാവിഷ്കരിക്കുന്നതിന്. ക്ലിയർ ആണോ 5 പോയിന്റ്സും പർപ്പസ്? ഓക്കെ. ഇനി ഈവൻ ദോ ദ പ്രൊസീജിയർ ഓഫ് ദ ബോത്ത് ഓട്ടോപ്സി ആർ സെയിം. കണ്ടോ, പ്രൊസീജിയർ രണ്ടും ശരിയാ, സെയിം തന്നെയാണ്. ക്ലിനിക്കൽ ഓട്ടോപ്സിയും ക്ലിയർ ആണ്. ക്ലിനിക്കൽ ഓട്ടോപ്സിയും ML ഓട്ടോപ്സി രണ്ടിന്റെ പ്രൊസീജിയർ സെയിം ആ, പർപ്പസ് വേറെയാണുള്ളൂ. പ്രൊസീജിയർ സെയിം ആണ്. കണ്ടോ, ഇറ്റ്സ് ദ സെയിം. They are dissimilar in some aspects. ചില വശങ്ങളിൽ വ്യത്യാസമുണ്ട്. അതായത് ഒരു ഡിഫറൻസ് ആ പറഞ്ഞേക്കണേ. യൂഷ്വലി ദ ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ പത്തോളജിസ്റ്റ്. ആരാ ഈ ക്ലിനിക്കൽ ഓട്ടോപ്സി നടത്തുന്ന ആരാണ്? പത്തോളജിസ്റ്റ് ആണ്. അദ്ദേഹത്തിന് അറിയാൻ പറ്റുള്ളൂ അല്ലെ, പത്തോളജിസ്റ്റിനെ അറിയാൻ പറ്റുള്ളൂ എന്ത് രോഗമാണ് എന്താണ് എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അത് അണ്ടർലൈൻ ചെയ്തിട്ടോ കേട്ടോ, അതും ചോദിക്കാറുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഈസ് പെർഫോംഡ് ബൈ ഡാഷ്. ആരാ ചെയ്യുന്നത്? പത്തോളജിസ്റ്റ് ആണ് ചെയ്യുന്നത്. while the ML autopsy ആരാ ചെയ്യുന്നത്? ഫോറൻസിക് എക്സ്പേർട്ടുകളാണ് ഈ ML ഓട്ടോപ്സി ചെയ്യുന്നത്. പ്രൊസീജിയർ സെയിം ആണ്, പക്ഷെ ആ ചെയ്യുന്ന ആളുകൾ വ്യത്യാസമുണ്ട്. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പത്തോളജിസ്റ്റും ML ഓട്ടോപ്സി ചെയ്യുന്നത് ഫോറൻസിക് എക്സ്പേർട്ടും ആണ്. അത് രണ്ടും അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ.
ഇന്ന് പഠിച്ചതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 3 ടൈപ്പ് മോർച്ചറികള് അത് നോക്കി വെക്കാം. പിന്നെ ഒരു മോർച്ചറി എൻവയോൺമെന്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ആ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് അത് നോക്കാം എന്തൊക്കെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഓട്ടോപ്സി ആണ്. ഓട്ടോപ്സി എന്ന് പറഞ്ഞാൽ സെൽഫ് സ്റ്റഡി ഓഫ് കോഴ്സ് ഓർ എക്സാമിനേഷൻ ഓഫ് ദ ബോഡി ആഫ്റ്റർ ഡെത്ത്. 2 തരത്തിലുള്ള ഓട്ടോപ്സി ആണ് പറയുന്നത്. ക്ലിനിക്കൽ ഓട്ടോപ്സി ഉണ്ട്, മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ഉണ്ട്. 2ന്റെ പ്രൊസീജിയർ സെയിം ആണെന്ന് പറഞ്ഞു. ക്ലിനിക്കൽ ഓട്ടോപ്സി ചെയ്യുന്നത് പതോളജിസ്റ്റും മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി ചെയ്യുന്ന ഫോറൻസിക് എക്സ്പേർട്ടുമാണ്. ഇനി ക്ലിനിക്കൽ ഓട്ടോപ്സി എന്തിനു വേണ്ടിയാണ് നടക്കുന്നത്? ടു ഡയഗ്നോസ് ദ ഡിസീസ്. ഡിസീസ് എന്താണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ. 2 പർപ്പസ് അത് നോക്കണം കേട്ടോ. പർപ്പസ് ഓഫ് ക്ലിനിക്കൽ ഓട്ടോപ്സിയുടെ ML ഓട്ടോപ്സിയുടെ പർപ്പസ് നോക്കാം. അതിനകത്ത് വന്നതാണോ, പർപ്പസിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണോ, 2 നോക്കാം. ഡിസീസുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് ക്ലിനിക്കൽ ഓട്ടോപ്സിയാണ്. ഒരെണ്ണം മരിക്കുന്നതിന് മുന്നേ നമുക്ക് അറിയാൻ പറ്റില്ല, എന്ത് രോഗം കൊണ്ടാണ് മരിച്ചതെന്ന് അറിയാൻ പറ്റിയില്ലെങ്കിലും മരിച്ചതിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം ഒക്കെ ഓട്ടോപ്സി ചെയ്തിട്ട് ആ രോഗം കണ്ടുപിടിക്കുന്നു. പിന്നെ 2ാമത്തെയാണ് അത് ടു സ്റ്റഡി ദ പതോളജി ഓഫ് ഡിസീസ്. നമ്മൾ മരിക്കുന്നതിന് മുന്നേ നമുക്ക് ഡിസീസ് എന്തായെന്ന് മനസ്സിലായി എങ്കിലും അതേക്കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ, അതിന്റെ പതോളജി പഠിക്കാൻ കണ്ടോ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്. പിന്നെ രോഗമാണെന്ന് മനസ്സിലായാലും മരിച്ചതിന് ശേഷം വീണ്ടും ഓട്ടോപ്സി ചെയ്യുന്ന അതിനെ കുറിച്ച് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ. ഇനിയാണ് മെഡിക്കോ ലീഗൽ ഓട്ടോപ്സി. ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടോ. ആളുടെ ഐഡന്റിറ്റി, കോസ് ഓഫ് ഡെത്ത്, ടൈം ഓഫ് ഡെത്ത്, സിറ്റുവേഷൻ ഓഫ് ഡെത്ത് എന്നീ ക്വസ്റ്റ്യൻസ് ആൻസർ കിട്ടുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്യുന്നതാണ്. പർപ്പസ് 5 പോയിന്റ്സും പറഞ്ഞു. ക്ലിയർ അല്ലേ ഈ ചാപ്റ്റർ? എളുപ്പമല്ലേ? ഓക്കെ, നമ്മൾ എവിടേക്കോ പോയി ഒരു കേസ് അന്വേഷിച്ച് വന്ന മട്ടുണ്ട് അല്ലേ? ഇല്ലേ ഇതൊക്കെ കേട്ടിട്ട്? ഓക്കെ ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ പോകുന്നത്, അപ്പൊ നമ്മുടെ ഇനി ഒരു ചാപ്റ്റർ കൂടി അവിടെ ഉണ്ട്. അതാണ് ബ്ലഡ് ബാങ്ക് ആണ് കേട്ടോ. അപ്പൊ സെക്കൻഡ് മൊഡ്യൂളിലെ ഇത് കഴിയും. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബ്ലഡ് ബാങ്ക് ആണ്. ഇത്തിരി ഡീറ്റെയിൽ ആണ്, അതുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് അങ്ങ് എടുക്കാന്ന് വിചാരിച്ചത്. 4ാമത്തെ ചാപ്റ്റർ ആട്ടോ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്തിടേ ഉള്ളൂ. അടുത്ത ക്ലാസ്സിൽ നമുക്ക് തുടങ്ങാം. ആരെങ്കിലും ഒക്കെ ബ്ലഡ് ഒക്കെ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടോ? ബ്ലഡ് ബാങ്ക് നിങ്ങൾ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റിൽ ആ പേര് പഠിച്ചു പോയി അല്ലെ? ബ്ലഡ് ബാങ്ക് എന്താണെന്നുള്ളത് ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് നിങ്ങൾ പഠിച്ചു വെച്ചായിരുന്നു അല്ലെ? ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് അല്ലെ? അതായത് എന്താ, ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലം അതാണ് ബ്ലഡ് ബാങ്ക്. പല ടൈപ്പ് ഓഫ് ബ്ലഡ്സ് കളക്ട് ചെയ്യുന്ന സ്ഥലം. എല്ലാവർക്കും ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ അറിയാൻ പാടില്ലേ? ഇല്ലേ? ഏതാണ് ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ ഉള്ളത് അറിയാം. ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാറുണ്ടോ ആരെങ്കിലൊക്കെ? യെസ്, അറിയാം. ഡൊണേറ്റ് ചെയ്യാറുണ്ടോ? നല്ലൊരു കാര്യമാണ് കേട്ടോ. യെസ്, നമുക്ക് എത്ര പോയിട്ടുണ്ട്? ഓക്കെ, വെരി ഗുഡ്, പോയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബോഡിയിൽ 5 ലിറ്റർ ബ്ലഡ് ഉള്ളത്. 5 ലിറ്റർ പറയണ്ടേ ഇതിനകത്ത്? പോയിട്ടുണ്ട്, പറ്റിയിട്ടില്ല, ചെയ്തിട്ടുണ്ട്. നല്ല കാര്യമാണ്. നമ്മൾ ഫ്രഷ് ആവുമല്ലോ. നമ്മുടെ ബോഡിയിൽ എത്ര 5 ലിറ്റർ ബ്ലഡ്, അതിൽ നിന്ന് ഒരു 300 ml എടുക്കുള്ളൂ. ഇത് പോയിന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട. അപ്പൊ തന്നെ നമ്മുടെ ബോഡി അത് മെയിൻറ്റെയിൻ ചെയ്തോളും. പുതിയ ബ്ലഡ് അവിടെ ആയിക്കോളും. എടുത്തു കഴിഞ്ഞാലും പ്രശ്നമില്ല. അപ്പൊ നമുക്കും ഒരു റിഫ്രഷ് ആവാനും ഒക്കെ നല്ലത് തന്നെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക. പിന്നെ റിസീവ് ചെയ്യുന്ന ആളെ സംബന്ധിച്ച് വലിയൊരു കാര്യമല്ലേ. ബ്ലഡ് കിട്ടാതെ എന്തോരം ആളുകൾ ഇപ്പൊ അങ്ങനെ ഇല്ല കേട്ടോ. എങ്കിലും നമുക്കൊരു ആക്സിഡന്റ് ഒക്കെ പറ്റി ഒത്തിരി ബ്ലഡ് പോയി നമുക്ക് ബോഡിന്ന്, ബോഡിനെ അതിനെ റീപ്ലേസ് ചെയ്യണ്ടേ അല്ലേ? ബ്ലഡ് ഡൊണേറ്റ് ചെയ്താലല്ലേ ഒത്തിരി എന്താ പറയാ ആളുകൾക്ക് വളരെയധികം എന്താ ഒരു നല്ലൊരു മഹത്തായ കാര്യം തന്നെയാണ് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് കേട്ടോ. ഓക്കെ, അപ്പൊ ബ്ലഡ് ബാങ്ക് ആണ് നമ്മൾ പറഞ്ഞു. ബ്ലഡ് കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് 4 ടൈപ്പ് ബ്ലഡുകളാണ്. അത് ഡീറ്റെയിൽ അവിടെ പഠിക്കുന്നുണ്ട് കേട്ടോ. 4 ബ്ലഡിലെ കമ്പോണൻസ് ആണ് കേട്ടോ. ഗ്രൂപ്പ് പഠിക്കുന്നുണ്ട്, ടൈപ്പ് പഠിക്കുന്നുണ്ട്, ബ്ലഡ് ഗ്രൂപ്പുകൾ പഠിക്കുന്നുണ്ട്. പിന്നെ അതിനകത്ത് ബ്ലഡില് നമുക്ക് 4 കമ്പോണൻസ് ആണ്. അതായത് നമ്മളിപ്പോ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാണ്. നമ്മൾ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് വെറുതെ നമുക്ക് എന്താ പറയാ പോയിട്ടുള്ളവർക്ക് അറിയാം, നമ്മൾ കുറെ ടെസ്റ്റുകൾ നടത്തും അല്ലെ? പ്രിലിമിനറി ടെസ്റ്റുകൾ ഉണ്ട്. ടെസ്റ്റുകളൊക്കെ നടത്തി നമ്മൾ ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മുടെ ബ്ലഡ് എടുക്കുള്ളൂ. അതായത് നമുക്ക് വെയിറ്റ് 45 kg മുകളിലായിരിക്കണം. അതൊന്നും ഇതിനകത്ത് വരുന്ന കേട്ടോ. ജനറൽ ആയിട്ട് കുറച്ച് കാര്യമായിട്ട് പറയണേ.
45 kg മുകളിലായിരിക്കണം. നമുക്ക് 18 വയസ്സ് മുതൽ 65 വയസ്സിന് ഇടയിലായിരിക്കണം. നമ്മൾ ഫിസിക്കലി മെന്റലി നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. നമ്മൾ ഹെൽത്തി ആയിരിക്കണം. ഒരാരോഗ്യം ഇല്ലാത്ത ഒരാളുടെ ബ്ലഡ് എടുക്കാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് വേറെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒന്നും പാടില്ല. ഇങ്ങനെയുള്ള കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അവിടെ കുറെ ടെസ്റ്റുകൾ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെക്ക് ചെയ്ത് ഓക്കെ ആണെങ്കിൽ മാത്രമേ ബ്ലഡ് എടുക്കുള്ളൂ. ഇനി നമ്മളിൽ നിന്ന് എടുക്കുന്ന ബ്ലഡ് നേരെ ഒരുമിച്ച് കളക്ട് ചെയ്യല്ല. അവിടെ ബ്ലഡ് എന്താ ചെയ്യാന്ന് അറിയോ? അതിലെ ഓരോ കമ്പോണൻസും, ബ്ലഡിലെ ഓരോ ഘടകങ്ങൾ, 4 ഘടകങ്ങളാണ്. അത് പഠിക്കാട്ടോ. RBC, WBC, പ്ലേറ്റ്ലെറ്റ്, പ്ലാസ്മ. ഇങ്ങനെ ഓരോ കമ്പോണൻസിനെ സെപ്പറേറ്റ് ചെയ്യും. അത് സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിൽ ഇട്ടിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യും. സെൻട്രിഫ്യൂജ് എന്നാ പറയുന്നത്. അത് ഇതിനകത്ത് പന്നില്ല കേട്ടോ. അതൊന്നും എക്സാമിന് ചോദിക്കില്ല. കോമൺ ആയിട്ട് ബ്ലഡ് ബാങ്ക് പഠിക്കുമ്പോൾ നിങ്ങൾ കുറച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. സെൻട്രിഫ്യൂജ് എന്ന് പറയുന്ന ഒരു മെഷീനിലിട്ട് ഓരോ കമ്പോണൻസും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് അവിടെ ബ്ലഡ് ബാങ്കിൽ അവർ സ്റ്റോർ ചെയ്യുന്നത്. അതൊരു ബാഗിലേക്ക് മാറ്റും. ബാഗിലാക്കിയിട്ട് ബ്ലഡ് ബാങ്കിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. അതായത് ഇപ്പൊ എനിക്ക് ചിലപ്പോ എന്റെ ബോഡിയിൽ RBCയുടെ അളവ് കുറവാണെങ്കിൽ എനിക്ക് മൊത്തം ബ്ലഡ് എടുക്കണ്ട. ആ ബ്ലഡിലെ ഒരു കമ്പോണന്റ് ആയ RBC, റെഡ് ബ്ലഡ് സെൽസ്, RBC മാത്രം മതി, ട്രാൻസ്ഫ്യൂസ് ചെയ്താൽ മതിയാവും. അല്ലെങ്കിൽ എന്താ പറയാ, എനിക്ക് WBCയുടെ കുറവെങ്കിൽ WBC മാത്രം മതി. അതുകൊണ്ട് ബ്ലഡിലെ ഓരോ കമ്പോണൻസിനെയും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് സൂക്ഷിക്കുന്നത്. ഇനി ബ്ലഡ് എന്താ പറയാ, അങ്ങനെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ബ്ലഡ് കട്ടയാകാതിരിക്കാൻ അവിടെ ആന്റി കൊയാഗുലന്റ് എന്ന് പറയുന്ന ഒരു എന്താ പറയാ ഒരു ഡ്രഗുമായിട്ട് നമ്മള് അതൊക്കെ എന്താ പറയാ മിക്സ് ചെയ്തിട്ടാണ് അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് കേട്ടോ. ആന്റി കൊയാഗുലന്റ്, ബ്ലഡ് കട്ടയാവാതിരിക്കാൻ സഹായിക്കുന്ന ഒരു ഡ്രഗ്സ്. അതുമായിട്ട് എക്സാമ്പിൾ ആണ് ഹെപ്പാരിനൊക്കെ ആന്റി കൊയാഗുലന്റിന് ഒരു എക്സാമ്പിൾ ആണ്. ആ മിക്സ് ചെയ്തിട്ടാണ് അവര് ബ്ലഡ് ബാങ്കിൽ അവര് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ നമുക്ക് എന്തോരം ബ്ലഡ് കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞു. 300 ml ബ്ലഡ് എടുക്കുള്ളൂ. 5 ലിറ്റർ ഉണ്ട് നമ്മുടെ ബോഡിയിൽ. ഒരു ഹെൽത്തി ഒരാളുടെ ഹ്യൂമൻ ബോഡിയിൽ 5 ലിറ്റർ ബ്ലഡ് ആണ്. അതില് 300 ml മാത്രമേ എടുക്കുള്ളൂ. അതിപ്പോ നമുക്കൊരു പ്രാവശ്യം ബ്ലഡ് ഡൊണേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൽസിനാണെങ്കിൽ 90 ദിവസം, അതായത് 3 ദിവസം കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡൊണേഷൻ ചെയ്യാം. ഫീമെയിൽസിനാണെങ്കിൽ 120 days വരെ പറയണ്ടവര്. 90 ആകുമ്പോഴേ ഓക്കെ ആണെങ്കിൽ പ്രശ്നമില്ല. 120 ആണ് ഒരു ഇതായിട്ട് പറഞ്ഞേക്കുന്നത്. അതനുസരിച്ച് അത് കഴിയുമ്പോഴത്തേക്കും അടുത്ത ഡൊണേഷൻ ചെയ്യാം. നല്ലൊരു കാര്യമാണ് എന്തായാലും ബ്ലഡ് ഡൊണേഷൻ ചെയ്യാവുന്നുള്ളത് കേട്ടോ. പിന്നെ അത് നമുക്ക് ഇൻഫെക്ഷനില് എന്താ പറഞ്ഞേക്കുന്നത് ബ്ലഡ് ബാങ്ക് എന്താണ് എന്താറിയാം. ബ്ലഡ് കളക്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞല്ലോ, വെറുതെ കളക്ട് ചെയ്യല്ല. നമ്മളിപ്പോ ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ ഇപ്പൊ എനിക്ക് ബ്ലഡ് ഞാൻ ആതിരയ്ക്ക് എനിക്ക് കൊടുക്കണം, ആതിരയ്ക്ക് ബ്ലഡ് ആവശ്യമാണ്. എന്റെ അത് ആതിരയ്ക്ക് തരുന്നതിന് മുന്നേ എന്ത് ചെയ്യും, കുറെ ടെസ്റ്റുകൾ നടത്തി അനുയോജ്യമായിട്ട് നമ്മുടെ രണ്ടുപേർക്കുള്ള ബ്ലഡ് ഗ്രൂപ്പ് ഒക്കെ നോക്കിയിട്ട് അത് നമുക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഡീറ്റെയിൽ പഠിക്കാനുണ്ട് കേട്ടോ. അപ്പൊ പറയാം ഓരോ ഗ്രൂപ്പുകാർക്കും മാച്ച് ആവുന്ന ബ്ലഡ് ഏതാന്നൊക്കെ നമുക്ക് ആ ടേബിൾ, ഒരു ചെറിയൊരു ടേബിൾ ഞാൻ പറയാം. ആ ടേബിളില് പേക്ക് നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ എന്തായാലും അങ്ങനെ കുറെ ടെസ്റ്റുകൾ കാര്യങ്ങളൊക്കെ നടത്തി ഓക്കെ ആണെങ്കിൽ മാത്രം കറക്റ്റ് ഓക്കെ ആവുന്നിട്ട് മാത്രമാണ് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. പിന്നെ ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത് ഓക്കെ ഇൻട്രൊഡക്ഷൻ നോക്കിയേ. The term blood bank generally refers to the department of a hospital, usually within clinical pathology laboratory. ക്ലിനിക്കൽ പത്തോളജി ലബോറട്ടറിയുടെ കീഴിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ എന്താ ചെയ്യുന്നേ? സ്റ്റോറേജ് ഓഫ് ബ്ലഡ് പ്രോഡക്ട്സ് സ്റ്റോർ ചെയ്യാണ്, ബ്ലഡ് സ്റ്റോർ ചെയ്യാണ്. കണ്ടോ, ആൻഡ് വെയർ പ്രീ ട്രാൻസ്ഫ്യൂഷൻ ആൻഡ് കമ്പാറ്റബിലിറ്റി ടെസ്റ്റിംഗ് ഈസ് എക്സിക്യൂട്ടഡ്. എങ്ങനെയാ? പ്രീ ട്രാൻസ്ഫ്യൂഷന് മുന്നേ ബ്ലഡ് വേറെ ആൾക്ക് കൊടുത്തതിന് ശേഷമാണോ ടെസ്റ്റ് ചെയ്യുന്നത്? അല്ല, അല്ലെ? ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതിന് മുന്നേ. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രോം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ഇതൊന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് ബ്ലഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ, ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ബ്ലഡ് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക, കൈമാറ്റം ചെയ്യുക, അല്ലെ?
പകർന്നൊഴിക്കുക, മലയാളമാണ് ട്രാൻസ്ഫ്യൂഷൻ. പകർന്നൊഴിക്കുന്നതിന് മുന്നേ അനുയോജ്യമായിട്ടുള്ള കമ്പാറ്റബിലിറ്റി സ്യൂട്ടബിൾ അനുയോജ്യമായിട്ടുള്ള ടെസ്റ്റുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. ബ്ലഡിനെ കുറിച്ചുള്ള പഠനമാണ് ഹെമറ്റോളജി. നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും ഡിപ്പാർട്ട്മെന്റിൽ HEMATOLOGY, hematology. The study of blood is called hematology. Okay. എന്താണ് അനുയോജ്യമായ ടെസ്റ്റുകളൊക്കെ നടത്തി, അതായത് ട്രാൻസ്ഫ്യൂഷന് മുന്നേ അനുയോജ്യമായ ടെസ്റ്റുകളൊക്കെ നടത്തി ബ്ലഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു ക്ലിനിക്കൽ പതോളജി ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഹോസ്പിറ്റലിലെ ഒരു സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആണ് ബ്ലഡ് ബാങ്ക് എന്ന് പറയുന്നത്. അടുത്ത ക്ലാസ്സിൽ പഠിക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒന്ന് പറഞ്ഞു വെച്ചോന്നുള്ളൂ. ഓക്കെ, ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് മാച്ച് ചെയ്യും കേട്ടോ.